السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ അത്യപാരമായ നിഅമത്ത് കൊണ്ട് നമ്മുടെ തുടർ വിജ്ഞാനവേദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങൾ നാം ഇതുവരെ കൈകാര്യം ചെയ്തു പോന്നു. ഇനിയും ഒരുപാട് മേഖലകൾ നമുക്ക് പഠിക്കാനും പരിചയിക്കാനുമുണ്ട്. അള്ളാഹു അവന്റെ ദീനിനെ ഏറ്റവും നല്ല രീതിക്ക് പഠിക്കാനും അത് പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുത്തെ ഒരു ശിഷ്യനോട് പറയുകയുണ്ടായി, നീ ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കണം. കാരണം ഞാൻ 30 കൊല്ലം അദബും 20 കൊല്ലം ഇൽമുമാണ് പഠിച്ചത് എന്നാണ്. ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ട നിരവധി മര്യാദകൾ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വല തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന ഇസ്ലാമിന്റെ കൽപ്പന കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ദീൻ എന്ന് പറയുന്നത് വെറും ഒരു നിസ്കാരം, നോമ്പ്, ഉംറ, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ വളരെ പരിമിതമായ കാര്യങ്ങളല്ല. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം ദീനാണ്. നാം നമ്മുടെ ബെഡിൽ നിന്ന് എണീറ്റ് വീണ്ടും ബെഡിലേക്ക് മടങ്ങി എത്തുന്നത് വരേക്കും നാം ചെയ്യുന്ന എല്ലാ രംഗത്തും എന്താണ് നമ്മൾ പാലിക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് കൃത്യമായിട്ട് ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ്. ആ മേഖലകളിലെല്ലാം ഇസ്ലാമിനെ നമ്മൾ പ്രാക്ടിക്കലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഇസ്ലാമിന്റെ പൂർണ്ണതയിൽ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം എന്ന ആഹ്വാനം പ്രാവർത്തികമാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകി. നമുക്കറിയാം, ഈ ലോകത്ത് അള്ളാഹു തീർത്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. കണ്ണുമിഴിച്ചു നോക്കിയാൽ കാണാവുന്ന നിരവധി അത്ഭുതങ്ങൾ. ഈ പ്രപഞ്ചം തന്നെ വലിയൊരു അത്ഭുതമാണ്. ഗോളാകൃതിയിലുള്ള ഭൂമി, സ്വയം കറങ്ങുന്ന ഭൂമി, ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമി, അതിനു മുകളിലാണ് നമ്മൾ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാത്രത്തിലെ വെള്ളം കമഴ്ത്തി പിടിച്ചാൽ അത് മറിഞ്ഞു വീഴും. പക്ഷെ ഭൂമിയുടെ 70% വെള്ളം ചിന്തിപ്പോകാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു തീർത്ത വലിയൊരു അത്ഭുതമാണ് സത്യത്തിൽ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലുള്ള നിരവധി അനവധി സംവിധാനങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യത്തിന്റെ അടയാളങ്ങളാണ്. വെള്ളം, നിരവധി വെള്ളം, പല തരത്തിലുള്ള പല സ്വഭാവമുള്ള വെള്ളം, അത് ആകാശത്തേക്ക് ബാഷ്പീകരിച്ചെടുത്ത് കാർമേഘങ്ങളിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമായ ജലമാക്കി ഇറക്കുമ്പോൾ ഒരു ലേശം പോലും അതിന് ഉപ്പിന്റെ ചുവയില്ല എന്നത് അള്ളാഹു വലിയ അത്ഭുതമാക്കി പഠിപ്പിച്ചതാണ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ
ഈ മഴവെള്ളത്തെ ഉപ്പുള്ളതാക്കി നാം മാറ്റുമായിരുന്നു. കാരണം സമുദ്രത്തിലെ ഉപ്പുജലമാണ് ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെട്ടത്. പക്ഷെ ശുദ്ധജലമായിട്ടാണ് അത് പിന്നീട് മഴയായി പെയ്തിറങ്ങുന്നത്. എത്ര വലിയ അത്ഭുതമാണ്! ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അത്ഭുതമാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് മനുഷ്യരെ ഒരുപാട് അത്ഭുതങ്ങൾ എന്നാണ് പറയുന്നത്. HD ക്ലാരിറ്റിയുള്ള ക്യാമറയെ വെല്ലുന്ന അതീവ സൂപ്പർ പവറാണ് നമ്മുടെ കാഴ്ച ശക്തിക്കുള്ളത്. കേൾവിക്ക് മങ്ങലേൽക്കുമ്പോഴാണ് കേൾവി എന്ന അനുഗ്രഹത്തിന്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി നിരന്തരമായി യാതൊരു വിശ്രമവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയെ വെല്ലാൻ മാത്രം ഒരേ നിമിഷം നിരവധി പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആര് തീർത്തതാണ്? ഹാദാ ഖൽഖുല്ലാഹ്. ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, മനുഷ്യനെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീർത്ത മഹത്തായ അത്ഭുതമാണ്. സത്യത്തിൽ ഈ ഒരു പ്രപഞ്ചവും നമ്മുടെ ശരീരവും നിരവധി കാര്യങ്ങളുമെങ്കിൽ അതിൽപ്പെട്ട ഒരു ആയത്താണ് യഥാർത്ഥത്തിൽ ഇണതത്വ സങ്കല്പം എന്ന് പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് ഈ ലോകത്ത് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുപോലെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒന്ന് ശാന്തമായി നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇണകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. നമ്മുടെ മക്കൾ നമ്മുടെ പ്രവർത്തനത്തിന്റെയും നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സുഖദുഃഖങ്ങളുടെയും പ്രചോദനമാണ്. യഥാർത്ഥത്തിൽ ഈ മക്കളില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഇണയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് പുതുതലമുറ ഉറക്കെ വിളിച്ചു പറയുന്നു, കല്യാണം ആവശ്യമില്ല, ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നാൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന്. യഥാർത്ഥത്തിൽ അവരിപ്പോൾ ആ ഒരു ജ്വരത്തിലാണുള്ളത്. അങ്ങനെ ജീവിച്ചു പരിചയിച്ചുള്ള ദുരന്തങ്ങൾ അവർ കണ്ടു കാണില്ല, കേട്ടു കാണില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതം കൊണ്ട് അവർ നടത്തുന്ന ഈ പരീക്ഷണം കൊണ്ട് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നത് അവർക്ക് തന്നെ പറയാൻ സാധ്യമല്ല. മനുഷ്യൻ എപ്പോഴും അവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എപ്പോഴും ചിന്തിപ്പിക്കുന്നത് നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിക്കാം. അതാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, മറ്റേതെങ്കിലും ആണെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ. ഇനി മരത്തോടാണ് പ്രണയമെങ്കിൽ മരത്തെ, ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, മരത്തെ പ്രണയിക്കുന്ന ഒരു സ്ത്രീ, ഓക്കുമരത്തെ പ്രണയിക്കുന്ന ഒരു സ്ത്രീ. അവൾ ആ മരത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുകയാണ്. അവളുടെ ഇണ ആ മരമാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഭാവിയുടെ അവസ്ഥ? അതുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പത്തിയെ മറന്നുകൊണ്ടുള്ള ചില വർത്തമാനങ്ങളാണ് ഇന്ന് പുതുതലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പിതാവും മാതാവും അവർ ഇണകളായി ദമ്പതികളായി ജീവിച്ചത് കൊണ്ടാണല്ലോ താനുണ്ടായത് എന്ന മിനിമം ചിന്ത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ധാർമ്മികതയുടെ അടിവേരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബ സങ്കല്പം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരു പ്രായത്തിലുണ്ടാകുന്ന അയാളുടേതായിട്ടുള്ള വികാരങ്ങളെ പൂർത്തീകരിക്കാൻ സാധുവായ ഒരു വഴി നിർബന്ധമാണ്. അത് നിർവഹിക്കപ്പെടാതെ ഒരാൾക്കും ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മെഡിസിൻസ് കൊണ്ട് ഒരാളെ കൺട്രോൾ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നത് നിത്യവും പത്രമാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയുള്ള പലവിധ ചിട്ടവട്ടങ്ങൾ കൊണ്ടും പലവിധ പൂജകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഒരു മനുഷ്യന്റെ ജനറ്റിക്കലി ഇത്തരത്തിലുള്ള അവന്റെ സെക്ഷൽ നീഡിനെ പൂർത്തീകരിക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അതിനെ വിഹിതമായ നിലക്ക് തിരിച്ചുവിടാനാണ് ഇസ്ലാം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതും ഏതെങ്കിലും തരത്തിലല്ല, അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു കടമയായി നിർവഹിച്ചുകൊണ്ട് പുണ്യം പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങളായിട്ടാണ് ദാമ്പത്യത്തിന്റെ മുഴുവൻ മേഖലയിൽ. വിവാഹം കഴിച്ചാൽ മതം പാതി പൂർത്തിയായി എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചവനോട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് മറികടക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിലൂടെ ശറഈനെ അനുസരിക്കുകയാണ് വിവാഹം കഴിക്കുന്നതിലൂടെ. ചില ആളുകളൊക്കെ പറയും വിവാഹത്തിന്റെ ഒരുപാട് ദുരന്ത കഥകൾ കേട്ട്
ഒരാളുടെ പഠനം മുടങ്ങി, മറ്റൊരാളുടെ ആരോഗ്യത്തിന് പ്രശ്നമായി, മറ്റൊരാളുടെ ദാമ്പത്യത്തിന്റെ ജീവിതത്തിന്റെ സമാധാനം കെടുന്ന വിധത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ തന്നെ അങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചില ആളുകൾ പറയും, ഇന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിനി വിവാഹം കഴിക്കുന്നില്ല. സത്യത്തിൽ എത്ര ബൈക്ക്, ഓട്ടോ, ബസ്, കാറ്, ജീപ്പ്, ട്രെയിന്, വിമാനം അപകടത്തിൽപ്പെട്ടു? ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ ഇനി ഞാൻ ട്രെയിനിൽ കയറൂല, ഇനി ഞാൻ വിമാനത്തിൽ പോകും? യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇന്ന ആളുടെ ജീവിതം അങ്ങനെയായി എന്നതുകൊണ്ട് നിന്റെ ജീവിതവും അങ്ങനെയാകും എന്ന് ആര് പറഞ്ഞു? ജീവിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഫ്യൂച്ചർ പ്രഖ്യാപിക്കാൻ, പ്രവചിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവം വെച്ചുകൊണ്ട് ഞാനും അങ്ങനെയാകും എന്ന് പറഞ്ഞാൽ നീ ഭാവിയെ പ്രവചിക്കാൻ ആരാണ്? അപ്പൊ മറ്റുള്ളവരുടെ ജീവിത പ്രതിസന്ധികൾക്ക്, ഏതൊരു പ്രതിസന്ധികൾക്കും കാരണമുണ്ടാവും അല്ലെ? ഏതൊരു പ്രതിസന്ധികൾക്കും കാരണമുണ്ടാവും. ഇവിടെ വർക്ക് ചെയ്യുന്ന ഫാനും എ സിയും ഓഫ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിയർത്തു തുടങ്ങും. അപ്പൊ പിന്നെ ഇവിടെ മൊത്തത്തിൽ വിയർപ്പാണ് എന്ന് പറയാൻ പറ്റും. ആ ചൂടിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണ്? ആ റീസണിനെ നമ്മൾ ചികിത്സിക്കേണ്ടതാണ്. അപ്പൊ ഓരോ കുടുംബവും ഫെയിലിയർ ആകാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെച്ച് അവരുടെ ജീവിതം ഫെയിലറായി, ഇവരുടെ ജീവിതം ഫെയിലറായി, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാകാം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഒരുപാട് അറേഞ്ച്ഡ് മാരേജുകൾ ഫെയിലിയറായി, അതുകൊണ്ട് എനിക്ക് പ്രണയിച്ച് ജീവിക്കാം എന്നല്ല. അറേഞ്ച്ഡ് മാരേജ് ഫെയിലിയർ ആവാനുള്ള റീസൺ എന്താണ്? അതാണ് നോക്കേണ്ടത്. ആ റീസൺ അവിടെ ട്രീറ്റ് ചെയ്താൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് അല്ലാത്ത ബന്ധങ്ങൾ അവിഹിതമാണ്, വ്യഭിചാരമാണ്, തോന്നിയാസമാണ്. അതിലെത്ര ആനന്ദമുണ്ടെങ്കിലും അത് വിഹിതമല്ലാത്തതാണ്. അപ്പോൾ അവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നിലപാടെടുക്കാൻ ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം നമുക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന ഒരു ചുമതലയായി, ഒരു ഉത്തരവാദിത്തമായി പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന, അള്ളാഹുവിന്റെ ശറഇനെ പിൻപറ്റുന്ന, ദീനിന്റെ പാതി പൂർത്തിയായി എന്ന് പറയാൻ പറ്റുന്ന, പിന്നീട് വിവാഹത്തിന് ശേഷം നമുക്ക് ധാരാളം പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ മഹനീയ കർമ്മമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഒരാൾ തന്റെ കൈക്കോട്ടും കത്തിയും എടുത്ത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ, ഇതെന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ചുമതലയാണ്, എന്റെ മക്കൾക്കും എന്റെ ഇണക്കും ഭക്ഷണം കൊടുക്കുക എന്ന ചുമതല എന്ന നീയത്തിൽ ഇറങ്ങിയാൽ അയാൾ മണ്ണിൽ കൊത്തുന്ന ഓരോ കൊത്തിനും പ്രതിഫലമാണ്. തന്റെ ഭർത്താവിന് വേണ്ടി, തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി നാം വീട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ കണക്ക് പറയേണ്ടത് പടച്ചവനോടാണ്. നീ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കബൂൾ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം അത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. വ്യഭിചരിച്ചാൽ കുറ്റമുള്ളതുപോലെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിന് പുണ്യമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക എന്നത് എല്ലാ നിലക്കും ആവശ്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തബത്തുൽ, ബ്രഹ്മചര്യത്തെ പ്രവാചകൻ വിലക്കിയിരിക്കുന്നു. അതായത് മതത്തിന്റെ പേരിൽ, ആചാരത്തിന് വേണ്ടി, അനുഷ്ഠാനത്തിന് വേണ്ടി ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ സുഹൃദാണ്, ഭൗതിക വിരക്തി, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ദാമ്പത്യ ലൈംഗികമായിട്ടുള്ള സുഖവും സന്തോഷവും വേണ്ട, മക്കളിൽ നിന്ന് കിട്ടുന്ന കൺകുളിർമ വേണ്ട, എനിക്ക് എന്റെ ദൈവം മാത്രം, അങ്ങനെ ഒന്ന് വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്തരം പ്രവർത്തനത്തെ വിലക്കിയിരിക്കുന്നു. അതായത് മതത്തിന് വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പോലും. എന്നിട്ടല്ലേ സ്വന്തം ഇച്ഛയെ പൂർത്തീകരിക്കാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ, അതായത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾ വിവാഹത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിനെ റസൂലുള്ളാഹി ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹത്തെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് എല്ലാ നിലക്കുമുള്ള നിർഭയത്വവും സുരക്ഷിതത്വവും ഉത്തരവാദിത്വവും അമാനത്തും സെക്യൂരിറ്റിയും ഒക്കെയാണ്. മറ്റതെന്താണ്? കളഞ്ഞു കിട്ടിയ ഒരു 500 രൂപ ആരാ ചോദിക്കാനുള്ളത്? ഇതുപോലെയല്ലേ ഓരോരുത്തർ കണ്ണും കാതും കാട്ടി പലതും പറഞ്ഞ് മയക്കിയെടുത്ത് വീട്ടിൽ നിന്ന്, തന്റെ രക്ഷിതാക്കളിൽ നിന്ന് അവരെ പറിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവിധ സുഖകരമായ ജീവിതവും ഞാൻ നിനക്ക് തരാം എന്ന ഓഫർ കൊടുത്ത് അവൻ എനിക്ക് അങ്ങനെ ഒരു ജീവിതം തരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് തന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിട്ടെറിഞ്ഞു പോയവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 2ഉം 3ഉം കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ഓടി വരുന്ന, ചീറിപ്പായുന്ന ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഈ പിഞ്ചു മക്കളെയും പിടിച്ചു നിൽക്കുന്ന സഹോദരി,
ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തനിക്ക് എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പു തന്ന് തന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കലഹിച്ച് പിടിച്ചു വാങ്ങി കൊണ്ടുപോയിട്ട് അവസാനം സമ്മാനിച്ചത് ആത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് സുരക്ഷയാണ്, സെക്യൂരിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. ചോദിക്കാനും പറയാനും ആളുള്ള, രേഖയുടെ പിൻബലമുള്ള, ദീനിന്റെ പിൻബലമുള്ള, ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റിയ, നമ്മൾ നിർബന്ധമായിട്ടും പടച്ച റബ്ബിങ്കലേക്ക് നിർവഹിക്കേണ്ട ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹം യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനുമാണ്. നല്ലൊരു ഭക്ഷണത്തെക്കാളും നല്ല ഒരു കാഴ്ചയെക്കാളും നമ്മൾ വിചാരിക്കുന്ന വലിയ അക്കം ശമ്പളത്തെക്കാളും നമുക്ക് ദാമ്പത്യത്തിന് വല്ലാത്തൊരു ആസ്വാദനവും മധുരവും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അതൊരു സാഹിത്യ പ്രയോഗമായിട്ട് മാത്രം ഒതുങ്ങുകയാണ്. കാരണം ആ ഒരു സമാധാനവും സന്തോഷവും ആർക്കും അനുഭവിക്കുന്നില്ല, ആരും അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് അനുഭവിക്കാത്തത്? നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പണ്ടത്തെ അപേക്ഷിച്ച് യഥേഷ്ടം തിന്നാനുള്ള സാധനങ്ങളുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ സോഴ്സസ് ഉണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു വെറുതെ ഒരു തട്ടിമുട്ടിപ്പോക്കും, ആവശ്യങ്ങളുടെ സമയത്തുള്ള ഒരു സ്നേഹപ്രകടനവും, അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു ആത്മാവില്ലാത്തതായി മാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെ ഇസ്ലാമികമായ മര്യാദകളുടെ അപര്യാപ്തതയും അറിവില്ലായ്മയുമാണ്. ഇന്ന് വിവാഹത്തിൽ പ്രവേശിക്കുന്ന അധികം ആളുകൾക്കും അറിയില്ല വിവാഹം എന്താണ്. അതുകൊണ്ടാണ് പെണ്ണ് കാണാൻ വന്നപ്പോ അവനോട് ചോദിച്ചത് ഡ്രൈവിംഗ് അറിയോ, സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉണ്ടോ. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിൽ ബുള്ളറ്റിന്റെ പങ്ക് നിങ്ങൾ ഇസ്ലാമിക പ്രമാണത്തിൽ സെർച്ച് ചെയ്യണം. വാഹനത്തിന്റെ പങ്ക്. അപ്പൊ വിവാഹ സങ്കല്പമാണത്. അതായത് തന്നെ കല്യാണം കഴിക്കുന്ന ആള് കാഴ്ചക്ക് അവൻ നല്ല മോഡേൺ ആയിരിക്കണം, അവൻ നല്ല ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളവനായിരിക്കണം, അവൻ എന്നെ പുറത്തേക്ക് UK-യിലേക്കും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ആളായിരിക്കണം, എന്നെയും കൊണ്ട് നല്ല വിലപിടിപ്പുള്ള ബൈക്കിൽ ചെത്തി നടക്കണം. ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതം. ഇങ്ങനെ ഒരു സങ്കല്പങ്ങളുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലെവലേശം പോലും ആ സങ്കല്പം പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ ജീവിതം, ദാമ്പത്യം, വിവാഹം ഫെയിലിയർ ആവാം. 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം പല കളറിലും കല്യാണങ്ങൾ നടന്നിട്ട്, വലിയ മാമാങ്കങ്ങൾ നടന്നിട്ട്, ഇസ്ലാമിന്റെ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിയിട്ട്, പാട്ടും കൂത്തും ഡാൻസും തലേന്നും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും എല്ലാം നടത്തിയിട്ട് ആരവങ്ങളോടെ നടന്ന കല്യാണം 10 ദിവസം കൂടെ നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈവാഹിക ജീവിതത്തിലെ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുക, ഇതൊരു വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണണം. കാരണം തന്റേതല്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് തനിക്ക് മതപരമായിട്ടോ ഭൗതികമായിട്ടോ ഒരു കുറവുമില്ല. പക്ഷെ തന്റേതല്ലാത്ത കുറവുകൾ കൊണ്ട്, തന്റേതല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് കല്യാണം മുടങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് ഒരു വൈവാഹിക ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കാൻ. ഇന്ന് കല്യാണം കഴിഞ്ഞ ചില ആളുകള് കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം വെറുതെ അതിന് സമ്മതിക്കണ്ട എന്നാണ്. കാരണം അവരുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം. അതൊരു പക്ഷേ എന്റെ കുറവല്ല അയാളെ കുറവാണെന്ന് അവളും, അത് എന്റെ കുറവല്ല അവളുടെ കുറവാണെന്ന് അയാളും പറഞ്ഞ പിന്നെ തീർന്ന്, പിന്നെ അവിടെ പരിഹാരമല്ല. അപ്പൊ പിന്നെ കാണുന്നവരോടൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു വേണ്ട, പഠിച്ചോ, നല്ല ഉയരങ്ങളിൽ എത്തിക്കോ, സ്വന്തം കാലിൽ നിന്നോ എന്നൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനും അതുപോലെ തന്നെ കഴിവിനും അറിവിനൊക്കെ അനുസരിച്ചാവാം. പക്ഷെ അവിടെയൊന്നും നമ്മൾ വൈവാഹിക ജീവിതത്തെ വലിച്ചേക്കേണ്ട ഒരാവശ്യവുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ട് ഡിഗ്രിയും PGയും PhDയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി അവിടെ പിന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കോൺഫറൻസിന്റെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമിന് ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി ഒരു കുട്ടിയെയും കൊണ്ടുവന്നിട്ട് എന്നോട് പരിചയം പുതുക്കി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനിവിടെ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു കുട്ടിയുണ്ട്,
അപ്പൊ അതൊന്നും ഒരു തടസ്സമല്ല. പഠിക്കുന്ന ആളുകള് അവരുടെ കാര്യങ്ങള്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വൈവാഹിക ജീവിതത്തിന് ശേഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് ഒരു വയ്യാവേലിയായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മീഡിയകളും യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു സേവനം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈവാഹിക സിസ്റ്റം അത് നിർത്തിവെച്ച് ഇവിടെ തോന്നിയാസത്തിനുള്ള ഡോറുകൾ തുറന്നു കൊടുക്കാനുള്ള മുറവിളിയിലാണ് അവരെല്ലാവരും ഉള്ളത്. സിനിമകൾ ഇറങ്ങുന്നതിന് വേണ്ടിയാണ്, പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്, പാഠ്യപദ്ധതികൾ പോലും അതിനനുസരിച്ചാണ് പരിഷ്കരിക്കപ്പെടുന്നത്. NSS ക്യാമ്പുകളിലൂടെ പോലും കുട്ടികൾക്ക് കൈമാറുന്നത് സെക്ഷൽ ഡിസോർഡേഴ്സ് ആയി പഠിച്ചതും പരിചയപ്പെടുത്തിയതും ഇപ്പോൾ ഓരോരുത്തരുടെയും ഒരു സെക്സിന്റെ, അതായത് ലൈംഗികതയുടെ തേട്ടമായിട്ട്, പ്രകൃതമായിട്ട്, സ്വതന്ത്രമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഞാമത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഞാമത്തായി കാണുമ്പോഴേ അതിനോടൊരു ഇഷ്ടവും അതിനോടൊരു സ്നേഹവും അതിനുവേണ്ടി ശുക്ർ കാണിക്കാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ വലിയൊരു സൗഭാഗ്യമായിട്ട് നമ്മളിത് കാണും. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു ബാധ്യതയായിട്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്, അല്ലെ? വലിയൊരു ബാധ്യതയായിട്ട് മീസാക്കൻ അലീദ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതായത് ഒരു പെൺകുട്ടിയെ അവൾ എപ്പോഴും ഒരു ആണിന്റെ സംരക്ഷണത്തിലാണ്. ആദ്യം പിതാവിന്റെ, പിന്നീട് ഭർത്താവിന്റെ, പിന്നീട് മക്കളുടെ. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മളൊരു പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവളുടെ മുഴുവൻ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് പുരുഷന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ മുകളിൽ കാര്യങ്ങൾ ഒരു പൊസിഷൻ കൊടുത്തത്? എന്തുകൊണ്ടാണ്? അവന്റെ കയ്യിലുള്ള, അവൻ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് അവൾക്ക് വേണ്ടി ചിലവഴിക്കണം, അവളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം, അവളെ എല്ലാ ഷെറിൽ നിന്നും തടഞ്ഞു വെക്കണം, അവരുടെ എല്ലാ നീഡ്സും പൂർത്തീകരിച്ചു കൊടുക്കേണ്ട പിന്നെ ഒരു രക്ഷാധികാരിയുടെ പൊസിഷനിലേക്ക് വരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഭർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ഉപദേശിക്കാനും കിടപ്പറ വെടിയാനും വേണ്ടി വന്നാൽ ചെറിയ തോതിൽ അവളെ പണിഷ് ചെയ്യാനും കുടുംബക്കാരുമായിട്ട് ചർച്ച ചെയ്യാനും ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും നിലക്ക് ഒത്തുപോയില്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള തലാഖിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച ആയത്തുകൾ സൂറത്ത് നിസായിൽ നമുക്ക് വായിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാധ്യതയാണ്, ആണും പെണ്ണും നിർവഹിക്കുന്ന ബാധ്യതയാണ്. പിന്നെ ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. ഭാര്യ ചോദ്യം ചെയ്യപ്പെടും, ഭർത്താവ് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ദാമ്പത്യ ജീവിതം ഏറ്റവും ഊഷ്മളമാകാൻ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യം ദീന് പാലിക്കുക എന്നുള്ളതാണ്. ദീനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വിശ്വാസമാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ട്, അപ്പവാണിബ ഉറൂസ്, അല്ലെ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, നബിയുടെ കാലത്ത് എത്ര അപ്പവാണിബ ഉറൂസ് നടന്നിട്ടുണ്ടാവും, അല്ലെ? നബിയുടെ കാലത്ത് എത്ര ഉറൂസ്, എത്ര നേർച്ച, ഇതുപോലത്തെ എത്ര ആഘോഷങ്ങൾ, ആചാരങ്ങൾ നടന്നു കാണും. യാതൊരുവിധ തെളിവിന്റെയും അടിസ്ഥാനമില്ലാത്ത ഒരുപാട് ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം ഏറ്റവും അധികം വരുന്നത് ആരറിയും? സ്ത്രീകളാണ്. നാളെ മസീഹ് ദജ്ജാൽ വന്നാലും ഏറ്റവും അനുയായികൾ കൂടുതൽ സ്ത്രീകളായിരിക്കും. അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളിൽ ഏറ്റവും അധികം എത്തുന്നത് ഇവരാണ്. അപ്പൊ ഓരോരുത്തരും കാരണം പറയുന്നത് അസുഖമായിട്ട് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് മരുന്ന് കുടിച്ചു, എല്ലായിടത്തും പോയി, അവസാനം ഇന്നൊരു തങ്ങളുണ്ട് എന്ന് പറഞ്ഞു, എന്നാ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ മാറി, അവിടെ ഏലസ് കെട്ടി തന്നു, അയാൾ കുറെ തകിടുകൾ തന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, ഒരുപാട് ദിക്റുകളും ഔറാദുകളും ഒക്കെ പഠിപ്പിച്ചു തന്നു. അതോടുകൂടെ പരിപാടി മാറി. കാരണം എന്താണ്? ശിർക്കിലേക്കും കുഫറിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ദീന് എന്നുള്ളത് ഏറ്റവും അതായത് തൗഹീദുള്ള ഒരു സ്ത്രീ, തൗഹീദുള്ള ഒരു പുരുഷൻ, അതാണ് തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോ നീ ദീന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത് ഈമാൻ ശരിയായിട്ട് ശിർക്ക് കലരാക്കുക. അതല്ല റസൂലുള്ളാഹി വിവാഹത്തിന് തയ്യാറായി വന്ന ഒരു പെണ്ണിനെ ദീൻ ഉണ്ടോ എന്ന് നോക്കിയത് എന്താ? നിസ്കാരം എത്ര നേരം നല്ലല്ലോ ചോദിച്ചേ, ആണോ? അയ്നല്ലാ, അള്ള എവിടെയാണ്? അപ്പൊ വിശ്വാസം ക്ലിയർ ആണോ എന്ന് നോക്കിയേ. അല്ലാഹു ഫിസ്സമാ, അള്ള ഉപരിയിലാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ത്രീയെ കല്യാണം കഴിച്ചോളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലെ? അപ്പൊ ദീനാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പൊ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദീന് നോക്കിയിട്ട് വേണം വൈവാഹിക ജീവിതം ആരംഭിക്കാൻ.
ദാമ്പത്യത്തിന്റെ ഊഷ്മളത അവിടെയാണ്. അതായത് ഈമാനികമായ ഒരു ചേർച്ച, മൻഹജിയായ ഒരു ചേർച്ച, അഖീദ സംബന്ധമായ ഒരു ചേർച്ച അവിടെ അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പൊതുവായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: വിവാഹം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക, ബാധ്യതയാണെന്നും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക, ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക, വിവാഹം ദീൻ പാലിച്ചുകൊണ്ടാവുക, അതുപോലെ തന്നെ പരസ്പരം ദീനിന് വേണ്ടി സഹായിക്കുക, പരസ്പരം സ്നേഹിക്കുക, ഔദാര്യം കാണിക്കുക, പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ സംസാരവും വേഷവിധാനവും രൂപവും കോലവും എല്ലാം അറേഞ്ച് ചെയ്യുക, നല്ല നല്ല സംസാരങ്ങളിലും നർമ്മസല്ലാപങ്ങളിലും ഒക്കെ മുഴുകുക, പരസ്പരം കളിതമാശയിൽ ഏർപ്പെടുക. ഇങ്ങനെ പരസ്പരം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പരസ്പരം നല്ല സ്നേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റസൂലുള്ള എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ഭാര്യമാരെ സന്ദർശിക്കുമായിരുന്നു. നിത്യവും ഇണകളുടെ അടുക്കൽ ചെല്ലും, സമയം ചിലവഴിക്കും, അവരോടൊപ്പം ഇണങ്ങി ജീവിക്കും, അവരോട് കളിതമാശകൾ ഏർപ്പെടും. വളരെയധികം അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്, അല്ലെ? ഖദീജ റളിയല്ലാഹു അൻഹ അവര് മരിച്ചതിന് ശേഷവും പ്രവാചകൻ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, അവരുടെ നന്മകൾ ഇങ്ങനെ എടുത്തു പറയുമായിരുന്നു. അതെ, ഖദീജ റളിയല്ലാഹുവിന്റെ അതേ ശബ്ദമായിരുന്നു അനിയത്തി ഹാലയുടെ, ഖദീജ ബീവിയുടെ അനിയത്തിക്ക് ഖദീജ ബീവിയുടെ അതേ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കുകയും ഖദീജ റളിയല്ലാഹുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി മരിക്കുന്നവരെ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ ആത്മാർത്ഥമായ ഒരു സ്നേഹം അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് സ്നേഹത്തിന്റെ ലാക്ക് നല്ലോണം ഉണ്ട്. അത് വേറെ വഴിക്ക് വരുമ്പോ അതിൽ ഭൂരിഭാഗം ആളുകളും വീണു പോകുന്നുണ്ട്. അതൊരു വലിയൊരു ആവശ്യമായിട്ട്, വലിയൊരു അത്യാവശ്യമായിട്ട്, അത് ഇയാളിലൂടെ കിട്ടാത്തത് കൊണ്ട് മറ്റൊരാളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നല്ലോ എന്ന് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ട കാര്യമാണ്, നമ്മുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴാണോ ഏറ്റവും അധികം സന്തോഷവും സുരക്ഷയും കെയറിങ്ങും ആ ഒരു ലവിങ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്? അല്ല, നമ്മളോട് സംസാരിച്ചിട്ട് അതെല്ലാം അയാൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ഭാര്യ നമ്മിൽ നിന്നാണോ ഇതെല്ലാം അവൾക്ക് നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ പെരുമാറ്റമല്ല. സ്വാഭാവികമായിട്ടും കോണ്ടാക്ട്സിന്റെ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടാവും. പക്ഷേ ഓരോ അനക്കത്തിലും, ഓരോ നോട്ടത്തിലും, ഓരോ നീക്കങ്ങളിലും ആ സ്നേഹം പ്രകടമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും നമ്മളോട് വിളിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ വെറുപ്പിക്കൂല. അയാളോടുള്ള പെരുമാറ്റത്തിൽ, ഇടപെടലിൽ, അയാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു പുഞ്ചിരിയും ആ ഒരു പ്രസന്നതയും ഒക്കെ ശരിക്കൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ സമ്പൂർണമായിട്ട്, അല്ലെ, മൂപ്പരില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എങ്ങനെ ജീവിക്കുക എന്ന് ഓർത്തിട്ട് കണ്ണീരൊഴുക്കും. അത് ഒരു നിമിഷം, അല്ലെ, അവളില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും അവരുടെ ആ ഒരു സ്പേസ് ഭയങ്കരമാണ്, അല്ലെ? ഒരാള് മരിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ മിസ്സിങ് ഭയങ്കരമായിട്ട് മനസ്സിലാവുക. അപ്പൊ ഒരു മരിക്കുമ്പോഴുള്ള സ്നേഹപ്രകടനമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഓരോ അനക്കത്തിലും ആ ഒരു സ്നേഹപ്രകടനം കാണിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഒരുക്കം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ ഇണകൾ ഒരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എൻ്റെ ഇണകൾക്ക് വേണ്ടി ഒരുങ്ങാൻ ഞാനും ഇഷ്ടപ്പെടുന്നുവെന്ന. ഒരുപാട് ആളുകൾ പറയും വൃത്തിയില്ല, അതില്ല, തീരെ ഒരു കെയറിങ് ഇല്ല, ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ല, യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ല, അയാള് വരിക എന്തോ ചെയ്തു പോവാ, എന്തോ ഒരു കടമ കഴിച്ചു പോവാ എന്ന് പറയുന്ന സ്ത്രീകൾ, പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരുപാട് കംപ്ലൈന്റുകൾ
ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവയെല്ലാം തിരുത്താനുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന്. വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലും വിധാനത്തിലും ഇടപെടലും ഒക്കെ അള്ള എനിക്ക് അനുവദിച്ചു തന്ന ഒരു ഇണയാണ് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുക. അപ്പൊ നിങ്ങൾ ഈ ബീച്ചിൽ പോയി ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. എത്രയാണ് അവർ സ്നേഹിക്കുന്നത്, എത്രയധികം അവർ സ്നേഹിക്കുന്നോ, എത്രയധികം അത് അവർ പ്രകടിപ്പിക്കുന്നോ അത്രയും അധികം അവരുടെ കുറ്റം കൂടുകയാണല്ലോ അല്ലെ. എത്രയധികം അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നു അത്രയും അധികം അവരുടെ മേലുള്ള പാപഭാരം കൂടുകയാണ്. എന്നാൽ നമ്മൾ ഇണകൾ എന്ന സങ്കല്പത്തിൽ ഇരിക്കുമ്പോൾ എത്രയധികം നമ്മൾ സ്നേഹിക്കുന്നു, എത്രയധികം നമ്മൾ സഹായിക്കുന്നു, എത്രയധികം നമ്മൾ സംരക്ഷിക്കുന്നു, എത്ര നമ്മൾ കളിതമാശകൾ ഏർപ്പെടുന്നു, അതെല്ലാം നമുക്ക് പുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ പൊതുവായിട്ട് നമ്മൾ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹവാസവും ഔദാര്യവും എല്ലാം നമ്മൾ കാണിക്കുന്നതോടൊപ്പം പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ചുമതലകളെ നമ്മൾ ബോധ്യപ്പെടണം എന്നുള്ളതാണ്. അതിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഭർത്താവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാ വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തെ ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ചോനെ പേടിച്ചോളി. അതായത് നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമയാണ് എന്ന നിലയ്ക്ക് ചില ആളുകൾക്ക് പെരുമാറുന്നു. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വിട്ടോ എന്ന മൈൻഡിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. മൈൻഡ് ചെയ്യാത്ത, തിരിഞ്ഞു നോക്കാത്ത, ഒരു പരിഗണനയും കൊടുക്കാത്ത, ഒരു ബഹുമാനവും ഇല്ലാത്ത, നിന്നെ എനിക്ക് പുല്ല് പരിഗണനയാണ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് റസൂലിന്റെ പ്രത്യേക ഉപദേശം. പണ്ട് ഞാനിവിടെ വനിതാ സമ്മേളനത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് പെണ്ണുങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ കയറിയിട്ട് എന്താ ആണിനോടൊന്നും പറയല്ലേ, വെറും പെണ്ണിനോട് മാത്രമാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ശരിക്ക് പെണ്ണുങ്ങളുള്ള സദസ്സിൽ ആണുങ്ങളോട് പറയേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ് അന്ന് നമ്മൾ സ്ത്രീകളോട് പറയേണ്ടത് മാത്രം പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. രണ്ടു കൂട്ടരും കൂടെ യോജിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫത്തഖുല്ലാഹ ഫിൻ നിസാ എന്ന് പറയുമ്പോൾ പുരുഷന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഞാനൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സ്ത്രീകളോട് വേറെ കുറെ ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഇത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തത്, റബ്ബിനെ സൂക്ഷിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നാളെ പടച്ചോൻ ചോദിക്കും എന്നുള്ള ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ഇണയോട് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് മൊത്തങ്ങൾ കൂട്ടി വെച്ചിട്ട് വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് മധുരമൂറുന്ന ദാമ്പത്യം ഉണ്ടാവുക. അല്ലാതെ ഇത് പ്രത്യേകിച്ചൊരു മാജിക് ഒന്നുമില്ല ഇതില്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, റബ്ബിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ എന്താണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുകും ഖിയാറു കുല്ലി നിസാഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത് നിങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവിയാകുമ്പോഴാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ പോലെ സ്വഭാവം നന്നാണ്. ആളൊക്കെ നല്ല താടിയും ഇതൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഭയങ്കര ചൂടനാണ് പറഞ്ഞാല് അത് ശരിയാവില്ല. അപ്പൊ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ സ്വഭാവം നന്നാകണം. എന്നിട്ട് റസൂൽ പറയാം, ഖിയാറുക്കും ഖിയാറു കുല്ലി നിസാഇഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ ഇണകളോട് ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതായത് റസൂലിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നബി പത്നിമാർ നമ്മുടെ ഉമ്മമാരുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭത്തിൽ ഉണ്ടായിട്ട് അവർ കൂട്ടം കൂടിയിട്ട് അജണ്ടയായിട്ട് വന്നിട്ടുണ്ട്. അവർ ഒറ്റക്കൊറ്റക്ക് ഒരുപാട് സ്വീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ടാണ് ഡീല് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്വഭാവം. അപ്പൊ നമ്മുടെ ഒരു മാന്യനാണെന്ന് പറയേണ്ടത് ആരാണ്? ഒന്ന് നമ്മുടെ ഇണയാണ്. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തത് അയൽവാസികളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, നബിയെ, ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കണം? റസൂൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തിട്ട് നിന്റെ അയൽവാസികൾ പറയാണ് അഹ്സൻത, നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നീ ചെയ്തത് നല്ലതാണ്. നീ ഒരു കാര്യം ചെയ്തിട്ട് നിന്റെ അയൽവാസികൾ പറയാണ് നീ ചെയ്തത് മോശമാണെന്ന് പറഞ്ഞാൽ നീ ചെയ്തത് മോശമാണ്. കാരണം അത്രയും നമ്മൾ നല്ലവരായിരിക്കണം നമ്മുടെ അയൽവാസികളുണ്ട്.
മൂന്നാമത്തത് വിശ്വാസികളാണ്. ഒരു മനുഷ്യൻ മരിച്ച വിശ്വാസികൾ നല്ലത് പറഞ്ഞ സ്വർഗം നിർബന്ധം. ഒരു മനുഷ്യൻ മരിച്ചാൽ വിശ്വാസികൾ അയാളെ കുറിച്ച് മോശം പറഞ്ഞാൽ നരകം നിർബന്ധം. അപ്പോ ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ ഫ്രം പാർട്ട്ണറാണ്. അപ്പൊ നമ്മുടെ ഇണയുടെ മുന്നിൽ ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കുക. അപ്പൊ അള്ളാഹിനെ സൂക്ഷിക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും അവരെ കൈകാര്യം ചെയ്യുമ്പോൾ പടച്ചോനെ പേടിക്കാന്ന് അതിന്റെ അർത്ഥം. അവരെ കൈകാര്യം ചെയ്യുമ്പോൾ പടച്ചോനെ പേടിക്കാന്നാണ്. രണ്ടാമത്തത് ഏറ്റവും നല്ല ക്യാരക്ടർ ആവുക എന്നുള്ള, ഏറ്റവും നല്ല സൽസ്വഭാവം അവിടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരുപാട് തലവേലിത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചെരുപ്പ് അയച്ചക്കണിന്റെ ഒപ്പം അവിടെ അയച്ചു വെക്കുക, അല്ലെങ്കിൽ കുപ്പായ അയച്ചക്കണിന്റെ ഒപ്പം ഹാങ്കർമ തൂക്കില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ നമ്മൾ വീട്ടിലേക്ക്, വീട്ടിലുള്ള ആളുകളിലേക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കും ചില ആൾക്കാർ. എന്തെങ്കിലുമൊക്കെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണ സമയത്ത് ഒരാൾ ചീത്തറണമെങ്കിൽ പിന്നെ ആ ചീത്തന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വീട്ടിലാണ് ആൾക്കാരല്ലേ, അല്ലെ? എന്താ ബെല്ലടിച്ച് പോവാതെ തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ ഒരു സമാധാനം കിട്ടും. കാണുന്നവരോടൊക്കെ ഇങ്ങനെ മുട്ടി എല്ലാവർക്കും കൊടുത്തു പോയാല് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം, അല്ലെ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല ക്യാരക്ടർ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിക്ക് നമ്മൾ കൊടുക്കേണ്ടിടത്താണോ കൊടുക്കുന്നത് എന്നുള്ളത് നല്ലോണം ചിന്തിക്കാം. ഏത് ഇപ്പോ ചിലപ്പോ ചില ആളുകൾ പറയും ഭയങ്കര എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാടി സംസാരിക്കും. അപ്പൊ നമ്മള് നിനക്ക് സംസാരിക്കണോ, കുറച്ച് സോഫ്റ്റായി സംസാരിച്ചു പറയും, അല്ലെങ്കിൽ തന്നെ തലവേദനയെടുക്കാൻ വയ്യ അതിന്. അപ്പൊ അല്ലെങ്കിൽ തന്നെ തലവേദനിച്ചിട്ട് വയ്യാന്ന് പറയാം. അപ്പൊ തലവേദനിച്ചത് അപ്പുറത്തുള്ള ആളെ കുറ്റമല്ലല്ലോ, അതൊരു ഫിസിക്കലി ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഞാനൊരു തലവേദനയാവും, അങ്ങനെ വേണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വഭാവം കേടാവണമെന്ന് എപ്പോഴും അറിയോ, നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പൊ അത് നമ്മൾ ഞാൻ എന്റെ ചീത്ത കേൾക്കാൻ ഇയാൾ അർഹനാണോ എന്ന് ചിന്തിച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള നിരപരാധികളുടെ മേലെ കയറുന്നതിൽ ഒരർത്ഥവുമില്ല. അതാണും പെണ്ണൊക്കെ കണക്കട്ട വിഷയത്തിൽ എല്ലാവരും കണക്കാണ്. പാത്രം ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഡോറിങ്ങനെ എന്താ പ്രശ്നം പറഞ്ഞാൽ എന്താണ് പ്രശ്നം, എന്താ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് എന്റെ ഫീലിംഗ്, എന്താ അതിന്റെ കാരണം, അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതൊന്നും പറയാണ്ട് അവിടെയും ഇവിടെ ഇങ്ങനെ കൊട്ടി അടച്ച് ശബ്ദകോലാലുണ്ടാക്കി ഒന്നും മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്യാരക്ടർ നന്നാക്കണം. മൂന്നാമത്തെ കാര്യം എന്താ, ഭാര്യയെ സംരക്ഷിക്കാൻ അതിൽ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ. സമ്പത്ത് സംരക്ഷിക്കാൻ ഒരാൾ മരണപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ. ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. അപ്പൊ അതൊരു വലിയൊരു ജിഹാദാണ്. കുടുംബത്തെ നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു ജിഹാദാണ്. ഒരു ഭാഗത്ത് ഭാര്യ, മറുഭാഗത്ത് ഉമ്മ, അല്ലെ? അതിന്റെ ഇടയിൽ മക്കള്, അല്ലെ? അതിന്റെ ഇടക്ക് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, അല്ലെ? പലപ്പോഴും സഹോദരിമാര് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചോദിക്കൂല, കുട്ടികളൊക്കെ ചിലപ്പോൾ ചോദിക്കും, എന്താ ആണുങ്ങൾക്ക് ഇത്ര ഒരു ഡൊമിനൻസി എന്നൊക്കെ ചോദിക്കും. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ എന്താ ചെയ്യാ? പെണ്ണുങ്ങള് നേരെ മൂപ്പര് വിളിക്കല്ലേ, ഇതോടുകൂടെ നമ്മളത് കഴിഞ്ഞില്ലേ, പിന്നെ ബാക്കിയൊക്കെ മൂപ്പര തലയിലാണ്. അപ്പൊ ആ ഒരു കാര്യം വലിയൊരു ദൗത്യം തന്നെയാണ്. അപ്പൊ പുരുഷന്മാരെന്ന നിലക്ക് നമ്മൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ ഒരു വലിയൊരു ജിഹാദായിട്ട് മനസ്സിലാക്കണം. അവരെ സംരക്ഷിക്കുക, അവരെ കെയർ ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ്. കെട്ടിക്കൊണ്ട് ഇട്ടാ പോരാ, അവർക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ നോക്കേണ്ട ആവശ്യം? അങ്ങനെയല്ല, നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. വരും ഇൻഷാ അല്ലാഹ്. നാലാമത്തെ കാര്യം എന്താ പറയുക, അവകാശങ്ങൾ വകവെച്ച് നൽകുക എന്നുള്ളതാണ്. അവകാശങ്ങൾ വകവെച്ച് നൽകുക. സ്വഹാബി അബ്ദുള്ള, അദ്ദേഹത്തെ കുറിച്ച് പറയണം, അദ്ദേഹം രാത്രി നിസ്കരിക്കും, രാവിലെ നോമ്പുമായിരിക്കും. അത് നബിയുടെ അടുക്കൽ എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാണ്, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാണ്. പിന്നെ റസൂൽ അദ്ദേഹത്തെ ഫലാ തഫ്അൽ, നീ ഇങ്ങനെ ചെയ്യരുത്. സും വഅഫ്തിർ വഖും വനം, നീ നോമ്പ് നോറ്റോ, നോമ്പില്ലാത്ത ദിവസം ഉണ്ടായിക്കോട്ടെ. നീ രാത്രി നിസ്കരിച്ചോ, രാത്രി നീ കുറച്ചു നേരം ഉറങ്ങും ചെയ്തു. വഇന്ന ലിജസദിക അലൈക ഹഖ്ഖ വഇന്ന ലിഐനൈക അലൈക ഹഖ്ഖ വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ. നിനക്ക് നിന്റെ ഇണയോട് കടപ്പാടുണ്ട്. ഇപ്പൊ രാത്രി ഫുള്ള് നിസ്കാരാണെങ്കിൽ 38 എങ്ങനെ ഉറങ്ങുണ്ടാവും, ഇയാളെ ഫുള്ള് നിസ്കരിച്ച് കാരണം. പകല് നോമ്പാണെങ്കിൽ പകലൊന്നും നടക്കൂലല്ലോ, രാത്രി ഒന്നും നടക്കൂലല്ലോ.
അപ്പൊ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ പോകും. അത് സ്ത്രീ ആണെങ്കിലും കണക്കാണ്. സ്ത്രീ ഭയങ്കര ആബിദത്താണ്, മൂപ്പരെ നീഡ് പൂർത്തിയാക്കാൻ നമ്മളെ കിട്ടാതെ വരിക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോ ആ ഒരു രംഗത്ത് നമ്മൾ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള അവകാശം അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. റസൂൽ പറഞ്ഞില്ലേ, നീ ഭക്ഷിക്കുകയാണെങ്കിൽ നീ അവരെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുകയാണെങ്കിൽ അവരെ ധരിപ്പിക്കണം, അവർക്ക് വേണ്ട എല്ലാതും കൊടുക്കണം, വിവാഹത്തിന് സമയത്ത് അവർക്ക് മഹർ കൊടുക്കണം, ഒരു ധാന്യമണ്ടിയുടെ തൂക്കത്തിലെങ്കിലും നീ മഹർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ അവരുടെ സെക്ഷൽ നീഡ്സ് അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അതെല്ലാം എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ജോലി ഉണ്ടെങ്കിലും ശരി, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ഭാര്യയ്ക്ക് 50,000 ശമ്പളം, ഭർത്താവിന് 20,000 ശമ്പളം. 20,000-ൽ നിന്നാണ് ഭാര്യനെ പരിചരിക്കുന്നത്. ഭാര്യയുടെ വസ്ത്രവും ഭാര്യയുടെ ചെരുപ്പും ഭാര്യയുടെ ഭക്ഷണവും എല്ലാ കാര്യവും നിർവഹിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവൾക്ക് ജോലിയുണ്ട്, ഞാൻ അവളുടെ കാര്യം നോക്കില്ല, അവളെന്നെ ചെയ്യാണ് എന്ന് പറയരുത്. അവൾക്ക് വേണമെങ്കിൽ ദാനമായിട്ട് കൊടുക്കാം. നമ്മുടെ രണ്ടുപേരുടെയും വരുമാനം നമുക്ക് ഒരുപോലെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അവർ വന്നിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് ചോദിച്ചു വാങ്ങാനോ അത് നമ്മുടെ അവകാശമാണെന്ന് പറയാനോ ഒന്നും പറ്റില്ല. അതാണ് മറ്റേ അനന്തര സ്വത്തിന്റെ വിഷയം. പെണ്ണിന് ആണിന്റെ പകുതി കൊടുത്തു എന്ന് ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പെണ്ണിന് 500 കിട്ടിയത് ഓളത്തെ ഒറ്റക്കാണ്. ആണിന് 1000 കിട്ടുമ്പോ ഓനോട് ഓളയും കൂടെ നോക്കണം എന്നുള്ള ബാധ്യത കൂടെ കൊടുക്കുന്നത്. അപ്പൊ ഈ 1000-ന് കുറെ അവകാശികളുണ്ട്. ബാപ്പ മരിക്കുമ്പോ ആൺമക്കൾക്കാണ് വീടിന്റെ മൊത്തം ഭാരം, പെണ്ണുങ്ങൾക്ക് സ്വത്ത് ബോണസാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാർ. അപ്പൊ ഇതൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ നമ്മളാണ് നിർവഹിച്ചു കൊടുക്കേണ്ടത് എന്നത്. അപ്പൊ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് 4-മത്തെ കാര്യം. 5-മത്തത് നമ്മൾ പറഞ്ഞു, ചിലവിന് നൽകണം. അവരുടെ ചിലവിന് കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് പുണ്യമുള്ള കാര്യമാണ്. നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് വലിയ പുണ്യമുള്ള കാര്യം. അപ്പൊ നിങ്ങള് ഭർത്താക്കന്മാര് ചെയ്യേണ്ട കാര്യം നമ്മളെക്കാളും ഓലേക്കാളും ശ്രദ്ധിക്കാം. ഭാര്യമാർ ചെയ്യേണ്ട കാര്യം നിങ്ങളെക്കാളും ഇവരേക്കാൾ ശ്രദ്ധിക്കാം. അപ്പൊ പെരി പോയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ എന്താ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്, നമ്മളോട് ചോദിച്ചാൽ നല്ല എളുപ്പമാവും. ഓക്കെ, അപ്പൊ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുളയും നിങ്ങൾ എന്തോ ഒരു ഹാൻഡിൽ ഇരിക്കൊണ്ട് പറഞ്ഞാൽ നിങ്ങള് ഓരെല്ലാം ശ്രദ്ധിക്കണ്ടേ. ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോ ഓരോ ഹാൻഡിൽ ഇരിക്കും, നിങ്ങളെല്ലാം ശ്രദ്ധിക്കും. അപ്പോ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും സ്വതക്കയുടെ കൂലിയാണ്. അപ്പോ നമ്മള് കൊടുക്കുന്നതിന് ഇങ്ങനെ ഓവർ എക്സ്പെൻസ് എന്തായാലും ദീനീബോധമുള്ള സ്ത്രീകൾ ഉണ്ടാക്കൂല. പിന്നെ നമ്മൾ ചെയ്യുന്നത് മക്കൾക്ക് ഡ്രസ്സ്, മറ്റേ ബുക്ക്, കൊട, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ സ്വീകരിക്കുക. അത് ചെയ്യല്ലോ നമ്മളല്ലേ. നമ്മൾ 10 റുപ്യ പടികുറ്റിയിടുന്നത് മാത്രമാണ് സ്വതക്കയായിട്ട് കാണുന്നത്. ഇതൊക്കെ ശരിക്കും നമുക്ക് നല്ലൊരു നീയത്തുണ്ടെങ്കിൽ ഇതൊക്കെ സ്വതക്കയാണ്. വിശക്കണവന് ഭക്ഷണം കൊടുക്കാനും ചില്ലറ കാര്യ. നമ്മളെ പൈസന്റെ ഭൂരിഭാഗം തിന്നണ നമ്മളെ പെരക്കാരേക്കാരൻ അല്ലേ. ഏറ്റവും അക്രബീങ്ങൾക്കല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ നീയത്തായിട്ട് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 6-മത്തെ കാര്യം ഏറ്റവും നല്ല മര്യാദയിൽ വർത്തിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറയുക, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുക എന്നാണ്. ഇമാം നസ്ർ സഅദി പറയാണ്, ഈ മുആശറത്ത് എന്ന് പറഞ്ഞാൽ ഖൗലിയ്യ ഫിഅലിയ്യ, വാക്കിലും പ്രവൃത്തിയിലും എല്ലാറ്റിലും ആ ഒരു മഅറൂഫ് കാണിക്കണം. സുഹ്ബ അൽ ജമീല, ഏറ്റവും നല്ല ഭംഗിയുള്ള സഹവാസമായിരിക്കണം അവരോടൊപ്പം. വകഫുൽ അദ വബദലുൽ ഇഹ്സാൻ, അവർക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങളെ തടയണം. അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. വഹുസ്നുൽ മുആമല, ഏറ്റവും നല്ല നിലക്കായിരിക്കണം അവരുമായിട്ടുള്ള നമ്മുടെ കൈകാര്യ കർത്തൃത്വങ്ങൾ നിർവഹിക്കേണ്ടത്. അവർക്കുള്ള നഫഖത്ത്, കിസ്വത്ത്, അവരുടെ ഭക്ഷണം, അവർക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചിലവഴിക്കുന്നത്, ഇതെല്ലാം ഈ ആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നതിൽ പെടും. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പൈസ തരീന്ന് പറയുമ്പോ നമ്മൾ ആ പൈസ എടുത്തു കൊടുക്കുമ്പോഴേ
ഇത് അള്ള പറഞ്ഞ ഒരു കാര്യം, അള്ള നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം. വാശിറുഹുന്ന ബിൽ മഅറൂഫ്, അവരുമായി ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം എന്നത് പടച്ചോൻ എന്നെ ഏൽപ്പിച്ച ഒരു കടമയാണ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ നിലക്കും എല്ലാ അവസ്ഥയിലും ആ ഒരു മഅറൂഫായ നിലക്ക് എന്ത് ചെയ്യണം, അവരോട് പെരുമാറണം എന്നുള്ളതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഏഴാമത്തെ കാര്യം അവരുടെ രഹസ്യങ്ങൾ കാക്കുക എന്നാണ്. കുറ്റവും കുറവില്ലാത്ത ആൾക്കാർ ഇല്ല, മനുഷ്യന്മാർക്ക് പോരായ്മ ഉണ്ട്. മനസ്സിലായി? അത് ചിലപ്പോ ഫിസിക്കലിയുള്ള കുറവുകൾ ഉണ്ടാവും, ചിലപ്പോ സ്വഭാവ സംബന്ധമായ കുറവുകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കുടുംബത്തിൽ തന്നെ ഒരു ബാപ്പന്റെ മക്കൾക്ക് തന്നെ പ്രത്യേക കഴിവുകളും പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇവിടെ ഭയങ്കര മോശമാണ്, അവന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഉഷാറാണ്, അത് ഭർത്താക്കന്മാരെ കുറിച്ചും ഉണ്ടാവും. നമുക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയതിന്റെ ഗുണങ്ങൾ എന്താണ്, അത് തൃപ്തിപ്പെടാനും ദോഷങ്ങൾ ക്ഷമിക്കാനും രഹസ്യങ്ങൾ കാക്കാനും നമുക്ക് പറ്റിയ ജീവിതം സക്സസ് ആവും. മനുഷ്യൻ എന്ന് അസംതൃപ്തരാണ്. എന്തുകൊണ്ടാണ്? കിട്ടിയതിൽ തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. കിട്ടിയതിൽ തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. കിട്ടിയതിൽ തൃപ്തി ഉണ്ടെങ്കിൽ ഭയങ്കര സമാധാനത്തിൽ മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ എപ്പോഴും കണ്ണ് മേലക്ക് കയറാം. അപ്പൊ നടക്കുമ്പോ കുഴിയിൽ വീഴും, പിന്നെ ഇരുന്നിങ്ങനെ കരയേണ്ടി വരും. അപ്പൊ നമ്മൾ കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആള്, പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ള ആളാണ് അർറജുലു യുഫ്ദി ഇല ഇംറഅതിഹി വതുഫ്ദി ഇലൈഹി സുമ്മ യൻശുറു സിർറഹ. ഒരാൾ രാത്രിയിൽ തന്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് പകലിൽ വന്നിട്ട് അവരുടെ കുറവുകള്, അവരുടെ ഔറത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്നവനാണ് പരലോകത്ത് ഏറ്റവും മോശപ്പെട്ടത്. അപ്പോ കുറവുകൾ, രഹസ്യങ്ങൾ കാക്കുന്നത് അങ്ങോട്ടും, അതാ പറഞ്ഞ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും ചെയ്യേണ്ടതുണ്ടാവുന്നില്ല. അപ്പൊ രഹസ്യങ്ങൾ കാക്കുക എന്നത് പ്രത്യേകമായിട്ട് നമ്മളോട് പഠിപ്പിച്ചത്. പിന്നെ എല്ലാവരുടെ കാര്യത്തിലും ഹസ്ബൻഡുമാരെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ടാവും, മക്കളെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ടാവും, ഭാര്യനെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ടാവും. ഇവിടെ റസൂൽ പറയണം, ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തും തമ്മിൽ ഒരിക്കലും അകന്ന് നിൽക്കരുത്. ഇൻകരിഹ മിൻഹ ഖുലുഖ റദിയ മിൻഹ ആഖർ. നിനക്ക് വല്ലതിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നീ മറ്റൊന്ന് ഓർത്തിട്ട് സമാധാനമാണ്. അപ്പൊ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര നീരസമുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എന്നാലും ഇന്ന് വാതിലൊർക്കാൻ വൈകിയെങ്കിലും ഇന്നലെ നേരത്തെ തുറന്നാൽ, ഇന്ന് ഫുഡിൽ കുറച്ച് ഇതാണെങ്കിലും, ഇന്ന് കുറച്ച് സംസാരത്തിൽ കുറച്ച് കലിപ്പാണെങ്കിലും ഇന്നലെ നല്ല സ്വഭാവമായിരുന്നല്ലോ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എപ്പോഴും ഒരേപോലെ ആയിരിക്കണം, എപ്പോഴും അതൊന്നും സംഭവിക്കൂല. മനുഷ്യനാണ്, അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ചിലപ്പോ മുന്നോട്ട് വരാൻ സാധ്യത കൂടുതലാണ്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സമാധാനിക്കാൻ സാധിക്കണം. നന്മ ഓർത്ത് അവരുടെ മറ്റു ഗുണങ്ങൾ ഓർത്ത് സമാധാനിക്കണം. പിന്നെ 9ാമത്തെ കാര്യം, കുറവുകൾ ചികഞ്ഞന്വേഷിക്കരുത്. കുറവുകൾ ചികഞ്ഞന്വേഷിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ രാത്രി തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നേരിട്ട് വന്ന് കവാടം മുട്ടി തുറക്കരുത്. തന്റെ ഭാര്യയെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അവരുടെ കുറവുകൾ അന്വേഷിക്കാതിരിക്കാനും വേണ്ടിയാണ്. അതിപ്പോ നമ്മൾ ലോങ് യാത്രക്ക് കഴിഞ്ഞിട്ട് വരികയാണ് വീട്ടിലേക്ക്, അപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരണം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വീട്ടിൽ എന്തെങ്കിലും വേണ്ടാത്തരം നടക്കുന്നല്ല, പക്ഷെ ആ ഒരു സ്വഭാവം പേറുന്ന ഒരാള് സൈലന്റ് ആയിട്ട് ഇങ്ങനെ വരിക, സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്ന ആളുകളുടെ ഉള്ളിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിനെ ട്രീറ്റ് ചെയ്യാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നമ്മുടെ ഇണകളെ കുറിച്ച് അവിശ്വാസം ജനിപ്പിക്കാനല്ല. ആ ടെൻഡൻസി നല്ലൊരു ടെൻഡൻസി അല്ല. പറയാതെ വരാം, എന്നാ എന്താണ് അവിടെ നടക്കുന്നതൊക്കെ അറിയാം, അങ്ങനെ കണ്ടില്ല, അതൊരു നല്ല ടെൻഡൻസി അല്ല. വിളിച്ചു പറയാം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ കുറവുകൾ ചികഞ്ഞന്വേഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. 10ാമത്തെ കാര്യം, പുരുഷന്മാരോട് സമ്പത്ത് അപഹരിക്കരുത്. ലാ തഹില്ലു ലക്കും അൻ തരിസു നിസാഅ കർഹ. നിങ്ങൾക്ക് അവരുടെ സമ്പത്ത് നിർബന്ധപൂർവം ഉടമപ്പെടുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവർ തന്നാ വാങ്ങാം, അല്ലാതെ നമുക്ക് മോഷ്ടിക്കാനോ കവർന്നെടുക്കാനോ കച്ചറ കൂടാനോ ഒന്നും യാതൊരു റൈറ്റും ഇല്ല എന്നതാണ്. അവരുടെ സമ്പത്ത് അപഹരിക്കരുത്. പിന്നെ ഊഹങ്ങൾ വെടിയുക, അത് രണ്ടുകൂട്ടർക്കും ബാധകമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദൻ. പരസ്പരമുള്ള ഊഹങ്ങൾ വഴി. നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണായിരിക്കും, പക്ഷെ അവരെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ ജീവിക്കുന്ന ആൾക്കാർ.
വെറുതെ അനാവശ്യമായ സംശയങ്ങളിൽ കഴിച്ചു കൂട്ടുന്ന ആൾക്കാർ, വെറുതെ അതിന്റെ പേര് കലഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചരിക്കുന്നത് കണ്ടാലും 4 സാക്ഷി വേണം പുറത്തു വരാൻ. പിന്നെ ഒരു കുറ്റവും ഇല്ലാത്ത, ഒരു കാരണവും ഇല്ലാത്ത, ഒരു സംഗതിയും മുന്നിൽ തെളിഞ്ഞിട്ടില്ലാത്ത ആളുകൾ വെറുതെ സംശയിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഒരു സഹോദരിക്ക് ഭയങ്കര സംശയം. ഞാൻ അവരോട് ചോദിച്ചു, ഈ നാട്ടില് ഒരു ആണുങ്ങൾക്കില്ലാത്ത എന്താ നിങ്ങളെ ഹസ്ബൻഡിനുള്ള ചോദിച്ചു. അല്ല, അങ്ങോട്ട് ഇത്ര പേടിക്കാൻ മാത്രം മൂപ്പർക്ക് എന്താ ഉള്ളത്? മൂപ്പരെക്കാളും സൗന്ദര്യമുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. മൂപ്പരെക്കാളും സമ്പത്തും ഒരുപാട് സ്കിൽസും ഉള്ള ഒരുപാട് ആൾക്കാർ. പിന്നെ നിങ്ങൾ ഇത്ര ഓവർ കൺസേൺ ആവേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ മുമ്പിൽ ഒരു തെളിവില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചികിഞ്ഞ് അന്വേഷിക്കാൻ നടക്കണേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒന്നാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ്, രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ്, മൂന്നാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ്, എന്നാലും നിങ്ങൾക്കൊരു സംശയം ഇല്ലേ മൂപ്പര്? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ ഉണ്ടാവുകയാണോ വേണ്ടേ? മൂപ്പർക്ക് എന്തെങ്കിലും അവിഹിതം ഉണ്ട് എന്ന് തെളിയാണോ നിങ്ങൾക്ക് വേണ്ടത്? അത് തെളിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും. മൂപ്പർക്ക് ഒരു അവിഹിതം ഉണ്ട് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും? ഇല്ല. പിന്നെന്തിനാ ഇപ്പൊ ഉണ്ടാവാൻ അങ്ങനെ കൊടുക്കുന്നത്? ഇല്ലാത്തൊരു കാര്യം ഉണ്ടോ 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 ചെയ്യുന്ന ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും പിടിക്കപ്പെടും. അതിന്റെ കുറ്റം അയാൾ പേറേണ്ടി വരും. അയാൾക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഓവർ കൺസേൺ ആവുന്നത്? അപ്പൊ അവിടെ നമ്മൾ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായ ഊഹങ്ങൾ വഴി. അക്ദബുൽ ഹദീസാണ് ഊഹം എന്ന് പറയുന്നത്. ഊഹിച്ച് പറഞ്ഞാൽ അക്ദബുൽ ഹദീസാണ്. നമ്മൾ വിചാരിക്കണ പോലെ സംഭവം. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യം സംഭവം ആവൂല, നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത് നമ്മുടെ നാട്ടില് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചാല് ബസ് സ്റ്റാൻഡിൽ ഒരു പെണ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ നാട്ടുകാർ വന്നിട്ട്, എന്താ ഇവിടെ സംസാരിക്കണം അത് എന്ന് പറഞ്ഞു. സംഭവം ആംഗളി മംഗളമാണ്, ഇതുപോലെ ആംഗളി മംഗളമാണ്. പക്ഷെ ഇവര് ഒരു ഏജും ഇതൊക്കെ കണ്ടപ്പോ ഒരു തോന്നിപ്പോയി സാധാരണ വ്യാപകമായിട്ട് നടക്കണാണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ ഊഹം എന്ന് പറയുന്നത് ചിലപ്പോ ചിലർക്ക് ശരിയെന്ന് ചോദിച്ചിട്ട് എന്നും ഊഹിക്കാൻ നിന്നാൽ ശരിയാവും. അപ്പൊ ഊഹം പിടിയാന്നുള്ളത്. 12ാമത്തെ കാര്യം, സംശയ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. നമ്മളൊരു ഹൈഡിങ് മെന്റാലിറ്റി കാണിക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള ഓവറായിട്ടുള്ള ചാറ്റിങ്, കോണ്ടാക്ട്, കോളിങ് ഇങ്ങനെ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സംശയം ഉണ്ടാക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അതാണിനും പെണ്ണുങ്ങൾക്ക് കണക്കാട്ടോ. അവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണല്ലോ. ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ പാലിക്കേണ്ട പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, തുറന്ന ഒരു പുസ്തകം പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയ്ക്ക് ഒരു ഒളിച്ചുകളി ഉണ്ടായിരുന്നു. ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയ്ക്കൊരു ഒളിച്ചുകളി ഉണ്ടാവരുത്. രണ്ടാൾക്കും ഒരുപോലെ, രണ്ടാളെയും കൃത്യമായിട്ട് അറിയുന്ന നിലക്കായിരിക്കണം മുന്നോട്ട് പോകുന്നത്. 13ാമത്തെ കാര്യം, ഭാര്യമാരെ, ഇണകളെ നമ്മൾ തിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട റസൂലിന്റെ കൽപ്പന. തിരുത്താന്ന് മനസ്സിലാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. മക്കളോടാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മക്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ തിരുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, കുറ്റം പറയാണ്, ചീത്ത പറയണം തോന്നിയിട്ടില്ല. കാരണം അതിന്റെ ശൈലിന്റെ കുഴപ്പമാണ്. അപ്പൊ തിരുത്തുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. അത് ഒറ്റയടിക്കും തിരുത്തിയാൽ പൊട്ടിപ്പോകും. എന്നാ തിരുത്താതെ വിട്ടാലോ അത് വളഞ്ഞു വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് തിരുത്തുമ്പോൾ തിരുത്തിന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം തിരുത്താൻ എന്നാണ് പറയുക. അതിര് വിടരുത്. എപ്പോഴും അതിനും ഇതിനും എല്ലാറ്റിനും പറഞ്ഞുകൊണ്ടിരുന്നാല് ഒരു ചൊറയായിട്ട് മാറും, അല്ലെ? അപ്പൊ കൽബ്, സൗജി, അങ്ങനെ എന്താണ് കിതാബത്ത് കബദീനൊക്കെ സേവ് ചെയ്യേണ്ടി പകരം ചൊറ എന്നൊക്കെ സേവ് ചെയ്യേണ്ടി. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിര് കവിയും. 14ാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വലംറഅത്തുൻ ഖത്ത്. ഖാദിമിനെയോ തന്റെ ഭാര്യമാരെയോ റസൂലുള്ള ഒരിക്കൽ പോലും തല്ലിയില്ല. മനസ്സിലായോ? അത് ആർക്കും പറ്റുകയില്ല. ആർക്കും പറ്റുന്ന ഒരു കാര്യമാണല്ലോ പെണ്ണുങ്ങളെ തല്ലാന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രംഗത്ത് ശ്രദ്ധ കാണിക്കണം എന്നാണ്. തന്റെ ഖാദിമിനെയോ 9 ഭാര്യമാർ ഒരേ സമയം ഉണ്ടായിട്ട് അവരെ ആരെങ്കിലുമോ റസൂലുള്ള തല്ലിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ്. പിന്നെ വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ്.
നീ അവളുടെ മുഖത്തടിക്കരുത്. അത് മറ്റേ അടിയാണ്. ഏത് മറ്റേ അടിയില്ലേ നേരത്തെ പറഞ്ഞ വഅദൂഹുന്ന വദ്രിബൂഹുന്ന ഒക്കെ പറഞ്ഞ അവരുടെ ഗുണദോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട്, നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പണിഷ്മെന്റ് ആണ് അത് മുഖത്താകരുത്. വല തുഖബ്ബിഹ്, നീ അവളെ തെറി വിളിക്കരുത്. തെറി വിളിച്ചിട്ട് അവളെ മുതൽക്ക് അവളുടെ അടിയാധാരം വരെ മാന്തിയിട്ട് അതിലുള്ള ആൾക്കാരെ പേര് വിളിച്ചുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. വാക്കിനെ ശ്രദ്ധിക്കുക, തെറി വിളിക്കാതിരിക്കുക. പിന്നെ സൗന്ദര്യ പിണക്കം വീട്ടിൽ മാത്രം, നാട്ടുകാരൊക്കെ അറിയിച്ച് എല്ലാരോടും അറിയിച്ച് ആകെ സീനാക്കുക എന്നുള്ളതല്ല. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് വീട്ടിൽ മാത്രം കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. പിന്നെ തമാശക്ക് പോലും ത്വലാഖിന്റെ വാക്കുകൾ ഉച്ചരിക്കാതിരിക്കും. തമാശക്ക് പോലും നീ എനിക്ക് എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് ബിഹാർ നടത്തി. അപ്പൊ ഇങ്ങനെ ജീവിക്കും, ജുലൈയിൽ ഞാൻ ജീവിക്കും, ഞാൻ ത്വലാഖിലിരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമാണ്. തമാശക്ക് പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാവണ കാര്യമാണ് തലാഖ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ്. അതിന് നല്ലൊരു വർത്താനല്ല അത്. ഏത് ഇത് പൊയ്ക്കോ എന്ന് പറയുന്നത് അത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നീ എന്റെ വീട്ടിൽ പോയിക്കോ, വേറെ പോയിക്കോ, നമ്മളെന്നാലും ജീവിക്കും, അതൊരു നല്ല വർത്താനല്ല. അത് ഒരു ആണ് എന്ന നിലക്ക് ആണത്വമില്ലായ്മയാണ് ആ വാക്ക്. വേറെ എന്തൊക്കെയാ പറയേണ്ടത്? അങ്ങനത്തെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ സംരക്ഷണത്തിലാണ്, നമുക്കാണ് ഒരു ഡൊമിനൻസി, നമ്മൾ വിട്ട ഓളെന്തേലും ആവും, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും വിചാരിച്ചാലും അടിച്ചാൽ നിൽക്കല്ല. അതൊരു ഉത്തരവാദിത്തമില്ലാത്ത പ്രയോഗമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 18ാമത്തെ കാര്യം നന്മ തേടുക എന്നുള്ളതാണ്. നന്മ തരുമോ എന്ന് അവരോട് ചോദിക്കാന്നല്ല, അള്ളാഹോട് ചോദിക്കുക. അള്ളാഹുവേ, അവളിലുള്ള എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, അവളിലുള്ള എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷപ്പെടും. ഇത് കല്യാണയ്ക്ക് മാത്രമല്ല, നല്ല വണ്ടി എടുക്കുമ്പോഴും ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പുതിയ വാഹനം വാങ്ങിക്കുമ്പോഴും അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ ഇതെന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. 19ാമത്തെ കാര്യം നമ്മുടെ ശാരീരിക ബന്ധ മര്യാദകൾ, ലൈംഗിക ബന്ധ മര്യാദകൾ പാലിക്കാനുള്ള പ്രാർത്ഥന. അതിന്റെ ആ ഒരു തദർറുജ് റസൂൽ പറഞ്ഞില്ലേ, ആദ്യം ദൂതനെ അയക്കണം. എന്താ ദൂതനെ വെച്ചപ്പോ അത് നല്ല സംസാരവും ചുംബനവുമാണ് എന്നൊക്കെ പറഞ്ഞു. പുരുഷൻ വേഗം ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. പക്ഷെ സ്ത്രീയെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം കൂടെ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ മനോഹാരിതയാണത്. അവളോട് നല്ല ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു ചുവയിൽ സംസാരിക്കാനും അവരെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് പ്രയാസമുള്ള സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് പറയണ്ട, ക്ലാസ്സിൽ പറഞ്ഞ സാറ് ബുദ്ധിമുട്ടിക്കാണിക്കണം എന്ന് പറഞ്ഞില്ല, അതല്ല പറഞ്ഞത്. എന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, പാടില്ലാത്ത സന്ദർഭങ്ങൾ, പീരീഡ്സിന്റെ സമയം, അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ, നോമ്പിന്റെ സമയം, ഈത്തിക്കാഫിന്റെ സമയം, ഇഹ്റാമിലുള്ള സമയം, അപ്പോഴൊക്കെ ഇതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ നിഷിദ്ധമാക്കിയ ഒരു കുഫ്റാണ്. ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടാൽ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ കുഫർ കാണിച്ചിരിക്കുന്ന റസൂൽ പറഞ്ഞു, ഗൗരവമാണ്. അതുപോലെ തന്നെ അനുവദിക്കപ്പെടാത്ത ചില ആക്ടിവിറ്റീസ്, പല അതും ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ പരിയ വന്നിട്ട് പയറ്റ വിചാരിച്ചിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അള്ളാഹു അനുവദിച്ച ഡോറുകളിലൂടെ മാത്രമേ അത് നിർവഹിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്ന, ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്ന, സാമ്പത്തികമായി. ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കീഴില് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. 20ാമത്തെ കാര്യം സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. അവർക്ക് പഠിക്കാനും, അവർക്ക് പ്രവർത്തിക്കാനും, അവർക്ക് ഇബാദത്ത് ചെയ്യാനും, അവർക്ക് പള്ളിയിൽ പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം, അനുവദിച്ചു കൊടുക്കണം. ആ രംഗത്ത് ഫിത്നയുടെ ഡോറുകൾ കൊട്ടിയടക്കാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക, അത്ര ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഇതാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭാര്യമാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അദബ് പാലിക്കുമ്പോഴാണ് ദാമ്പത്യം ഊഷ്മളമാകും. അതുകൊണ്ട് രണ്ടു കൂട്ടരും അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബാധകമായ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യുക. പോസിറ്റീവ് കാണുക, ഊഹം വെടിയ, സ്വഭാവം നന്നാക്കുക, കിട്ടിയതിൽ തൃപ്തിപ്പെടുക, ഒരു മോശത്തരം കണ്ട അടുത്ത ഹൈറ് നോക്കിയിട്ട് അതിൽ സമാധാനിക്കുക, അതൊക്കെ പറയല്ലേ, അതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. പിന്നെ സ്ത്രീകളോട് പ്രത്യേകം പറയാനുള്ളത് സ്വഭാവ ദൂഷ്യങ്ങൾ വെടിയുക.
അത് ആണിനും ബാധകമാണ്. ഏറ്റവും നല്ല ഹുറുക്ക് കാണിക്കാൻ പറഞ്ഞത്. അതേപോലെ നമ്മൾ ജീവിച്ചു വന്ന ശീലവും നമ്മുടെ കുടുംബത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ചില ഉമ്മാന്റെ ഒരു സ്വഭാവം, ബാപ്പാന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും അമ്മായിന്റെ ഒരു സ്വഭാവം, ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കുരുത്തം കെട്ട സ്വഭാവമായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം എന്നാണ് പറയാനുള്ളത്. അല്ലെ? ഈ കണ്ടുകൂടായ്മയും ഈ അസൂയയും മറ്റു കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചൊറി, അത് ചിലപ്പോ ശൈത്താൻ ആരെങ്കിലേക്കാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ ഭാര്യനേക്കാൾ ഉപയോഗിക്കുക, ഓളുണ്ടാവും ഇങ്ങനെ മുത കുറിപ്പിച്ചിരിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിക്കും. നമ്മുടെ നന്മയിൽ നിന്ന് തടയാൻ ശൈത്താൻ ആരെയെങ്കിലും ഉപയോഗിക്കും. നമ്മളെ നേർക്കുന്നതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറുള്ളവരെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ശൈത്താൻ ഇടപെടാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ലതാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും നല്ല ഗ്ലാമർ എന്താ പറയുന്നത്? ഒരു പെണ്ണിന്റെ ഏറ്റവും സൗന്ദര്യം കണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, സ്വഭാവമാണ് ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. അതല്ലാതെ വേറൊന്നുമല്ല. എത്ര കാഴ്ചക്ക് അത്ര വലിയൊരു ബ്യൂട്ടി ഫിഗർ ഒന്നും ഇല്ലെങ്കിലും സ്വഭാവം നന്നായാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറും. എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ട് അവരോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ സ്വഭാവം നന്നാക്കണം. രണ്ടാമത്തെ കാര്യം, ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. റസൂൽ പറയണം, ലോ ഉമിർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഉമിർതുൽ മർഅ അൻ തസ്ജുദ ലി സൗജിഹാ മിൻ അഅളമി ഹഖ്ഖിഹി അലൈഹാ. അല്ലാഹുവിന് പുറമെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. കാരണം അത്രയും വലിയ സ്ഥാനമാണ് അയാൾക്കുള്ളത് എന്നുള്ളതാണ്. വലാ തജിദു ഇംറഅതൻ ഹലാവത്തൽ ഈമാൻ, ഒരു പെണ്ണും ഈമാനിന്റെ മധുരം നുകരൂല ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, അവൾ തങ്ങളുടെ ഭർത്താവിന്റെ ഹക്ക് കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുക്കാതെ ഓക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അവളൊരു ഒട്ടകത്തിന്റെ പുറത്ത് ആയിരിക്കുകയാണെങ്കിലും ശരി, തന്റെ ഭർത്താവ് ആവശ്യപ്പെട്ടാൽ അവൾ അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നത്. അപ്പോ എത്ര ഗൗരവമാണ് ഈ കാര്യം. അതുകൊണ്ട് അത്രയും വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മുടെ കളിതമാശയും ഒക്കെ പറഞ്ഞ് നമ്മളെ കൊഞ്ചിച്ച് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്ഥാനം അത്രയായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനവും വക്കാറൊക്കെ ഉള്ള ആളേക്കാണ്. പക്ഷെ നമ്മുടെ കയ്യിലെ പാവയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കളിതമാശയും രസങ്ങളും കൊഞ്ചലും ഒക്കെ രസമാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ഉള്ളില് ആ ഒരു ബഹുമാനം വേണം എന്ന് തന്നെയാണ് സ്വഹാബി വനിതമാരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഖലീഫയുടെ മുഖത്ത് നോക്കുമ്പോൾ എത്ര വക്കാറുണ്ടായിരുന്നു, അത്രയും വക്കാറോടുകൂടെയാണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിരുന്നത്. മുഖത്ത് നോക്കാൻ പോലും വക്കാറുകൊണ്ട് ഭയമായിരുന്നു പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സ്വഹാബി വനിതമാര്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സ്ഥാനം മനസ്സിലാക്കി അവരെ അനുസരിക്കുക. അവര് ദീനിന് വിരുദ്ധമായിട്ട് കാര്യം പറഞ്ഞ് നമ്മൾ അനുസരിക്കേണ്ട. കാരണം ലാ ത്വാഅത മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹ്ക്കെതിരായിട്ട് ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തടത്തോളം നമ്മൾ അവരെ അനുസരിക്കണം. റസൂൽ പറയാം, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ വസവാമത് ശഹറഹ വഹഫളത് ഫർജഹ വഅതാഅത് സൗജഹ. എന്താ പറഞ്ഞത്? 5 നേരം നിസ്കരിക്കുക, റമദാനിലെ നോമ്പ് നോൽക്കുക, ലൈംഗിക വിശുദ്ധി കാക്കുക, തന്റെ ഹസ്ബൻഡിനെ അനുസരിക്കുക എന്ന സ്വർഗത്തിന്റെ ഏത് ഡോറിലൂടെയും അവൾക്ക് കയറാം. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഭർത്താവിന്റെ ശരീരം മുഴുവൻ രക്തവും ജലവും വാർന്നൊഴുകുകയാണ്. ഒരു പെണ്ണ് അവളുടെ നാവ് കൊണ്ടത് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും ശരി, അയാളോടുള്ള കടപ്പാട് പൂർത്തിയാവൂല. കാരണം അത്രയും വലിയ ചുമതലയാണ് അയാൾ ഏറ്റെടുത്തത്. ആ കുടുംബത്തിന്റെ ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഉയർന്ന സ്ഥാനമാണ് അയാൾക്കുള്ളത്. അത് നമ്മൾ ഭംഗിക്ക് നിർവഹിക്കും വേണം. ഭംഗിക്ക് നിർവഹിക്കുമ്പോഴാണല്ലോ ഓർക്കും ആ ഒരു സ്ഥാനം മനസ്സിലാവുക. അല്ലാതെ എനിക്ക് റിജാലു ഖവ്വാമൂന നിസാ, എനിക്കറിയില്ല ആയത്ത്, ആ ആയത്ത് ഒതിങ്ങനെ വന്നിട്ട് കാര്യമില്ല. ആ ഒരു ചുമതല വൃത്തിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. നമ്മൾ ചെയ്യേണ്ട പണി ഓലെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. അത് നമ്മുടെ കുഴപ്പമാണ്. അതുപോലെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഭർത്താവിന്റെ അവകാശം വലുതാണെന്ന് മനസ്സിലാക്കി ആ അവകാശങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറയാണ്, അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, നിങ്ങൾ അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ താമസിക്കണം, അവരുടെ കൂടെ നമ്മൾ കഴിയണം.
നമുക്ക് നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏരിയ, നമുക്ക് ഏറ്റവും സുഖമുള്ള ഏരിയ അതല്ല നോക്കുക. നമ്മുടെ ഭർത്താവ് എവിടെയാണോ അയാളുടെ കൂടെ താമസിക്കാനാണ് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ എന്തുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ പിണക്കൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്, പക്ഷെ ഞങ്ങൾ കുറേ കാലമായിട്ട് മാറിക്കിടക്കലാണ്, അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, തലാഖിന്റെ സ്റ്റെപ്പാണ് കിടപ്പറ മാറി കിടക്കുക എന്നുള്ളത്. അപ്പോ അതിന്റെ അർത്ഥം അല്ലാത്ത സമയത്ത് ഒരുമിച്ച് കിടക്കുമ്പോഴല്ലേ ആ സമയത്ത് മാറിക്കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക. അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ കിടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എപ്പോഴാണ് ഒരാള് ഗായിബാകുക എന്ന് പറയാൻ പറ്റില്ല. ഇന്നാണോ നാളെയാണോ, ഒറ്റയ്ക്ക് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവും അല്ലേ? അന്ന് കിടന്ന പോലെ ഉള്ളപ്പോ തന്നെ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്കിനുഹുന്ന മിൻ ഹൈസു സകൻതും വിജിതിക്ക് ഖുർആൻ പറയുന്നത്. അപ്പൊ ഒരുമിച്ച് കൂടെ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ, പലരും പല കൾച്ചറാണ്. അവരുടെ വീട്ടിൽ താമസിക്കുന്നവർ, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ, ഏതായിരുന്നാലും ഭർത്താവ് എവിടെയാണുള്ളത് അയാളുടെ കൂടെ താമസിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. പിന്നെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭർത്താവിനെ പ്രീതിപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളില് അല്ല ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സ്ത്രീകളിൽ സ്വർഗക്കാരായ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖുൽന, അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ പറഞ്ഞു തരൂ. കുല്ലു വദൂദിൻ വലൂദിൻ, നല്ല സ്നേഹമുള്ള, നന്നായി പ്രസവിക്കുന്ന. പ്രസവിക്കണ്ടേ എന്ന് വിചാരിക്കണം ആൾക്കാരുണ്ട്. പ്രസവിക്കാന്ന് ചെറിയ കാര്യമൊന്നല്ല. നമ്മളിവിടെ വന്ന് ഒത്തിരിക്കാൻ ദീനി മജ്‌ലിസിലാണ് വന്നിരുന്നത്. നമ്മളിവിടെ വന്നിരുന്ന് നമ്മളെ അമ്മ പ്രസവിച്ചുകൊണ്ടല്ലേ. ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന ആളായി ഇങ്ങനെ ക്ലാസ് എടുക്കണം. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചുകൊണ്ടല്ലേ. ഇവിടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായത് ഓരോ ഉമ്മ ഓരോ പ്രസവിച്ചുകൊണ്ടല്ലേ. അപ്പൊ നാളെയുടെ ചരിത്ര പുരുഷന്മാരെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നിസ്സാരമായൊരു കാര്യമൊന്നുമല്ല. ബാക്കി കാര്യത്തിനൊക്കെ വലിയൊരു ഇമ്പോർട്ടന്റ്. ഇതൊരു വയ്യാവേലിയായിട്ട് നമ്മൾ കാണണ്ട. നമ്മൾ ഏറ്റവും ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയ സ്വത്താരാ? നമ്മുടെ മക്കളാണ്. ആ മക്കൾക്ക് ദീനുണ്ടെങ്കിൽ അത് മതി. ഖബറിൽ കിടക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോ എന്താ ഇങ്ങനെ ചോദിക്കുമ്പോ ലീസ്തിഗ്ഫാരി വലദിക്കലക, ഭൂമിയിൽ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ സ്വത്തുണ്ടോ? നമ്മളെ ഈ ലോകത്ത് നമ്മൾ മരിച്ചാൽ ഏറ്റവും ഓർക്കാൻ അർഹരാ? അയൽവാസികളാ, നാട്ടുകാരാ, ചങ്ങന്മാരാ? ഓലൊക്കെ മറന്നുപോലെ. നമ്മളെത്ര ആളെ മറന്നു? പക്ഷെ നമ്മളെ ബന്ധുക്കളെ നമ്മൾ ഒരിക്കലും മറക്കൂല. മറക്കോ? ബാപ്പാനെ മക്കൾ മറക്കും, മക്കളെ വാപ്പ മറക്കും. നമ്മുടെ ഒരു മകൻ മരിച്ചിട്ടുണ്ട്, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളെ ആ മകനെ മറക്കുമോ? അതുകൊണ്ട് മക്കൾ എന്നത് വേറെ തന്നെയാണ്, മാതാപിതാക്കൾ എന്നത് വേറെ തന്നെയാണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്. നന്നായി പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന സ്ത്രീ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇദാ ഗളിബ്ത, നീ അവരോട് കോപിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കിടയിൽ നീരസമുണ്ടായാൽ അവൾ അയാളുടെ കൈകൾ ഇങ്ങനെ വിരിച്ചു വെച്ച് അതിൽ തലയമർത്തിയിട്ട് അവൾ പറയും, അല്ലെങ്കിൽ അയാളുടെ കൈകൾ, തന്റെ രണ്ട് കൈകളും അയാളിലേക്ക് നീക്കിയിട്ട് പറയും, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടാതെ ഞാൻ ഒരിക്കലും ഇനി കിടന്നുറങ്ങൂല, നിങ്ങൾ എന്നെ പ്രീതിപ്പെടാതെ ഞാൻ ഉറങ്ങൂല. അപ്പൊ രാത്രിക്ക് വമ്പം കച്ചറിയിട്ട് അവരെവിടെയും ഞങ്ങളെവിടെ കിടന്നുറങ്ങുമ്പോ നല്ല സുഖം ഉണ്ടാവും. നേരം വെളുക്കോളം മലക്കുകൾ ശപിച്ചു പ്രാർത്ഥിക്കും. വെറുതെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിലേക്കാണ് അങ്ങോട്ടോട് ബഹളം. അതുകൊണ്ട് എന്തെങ്കിലും ബഹളം ഉണ്ടായാൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം പൊരുത്തപ്പെടണം. കാരണം നേരം വെളുക്കുമ്പോൾ മൂപ്പര് ഉണ്ടെന്നില്ലെങ്കിലോ, അയാള് എണീറ്റില്ലെങ്കിലോ, പെണ്ണ്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് പ്രീതിപ്പെടുത്തുക. പിന്നെ നന്ദി കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ, ഒരു പെണ്ണിലേക്ക് അല്ലാഹു നോക്കുകയില്ല. എന്തേ? ലാ തശ്കുർ ലിസൗജിഹാ, എന്റെ ഭർത്താവിനോട് നന്ദിയില്ലാത്ത സ്ത്രീ. നന്ദിയില്ലായ്മ എങ്ങനെ പോകും? എനിക്ക് എന്നാ നന്ദി ഉണ്ടല്ലോ. നന്ദിയില്ലായ്മ എങ്ങനെ? എപ്പോഴേ എല്ലാ സാധനം കൊണ്ടുവന്നിട്ട് എപ്പോഴെങ്കിലും സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ പറയും, എന്താ മകൾ കൊണ്ടുവന്ന് പറയണ, എന്നാ കൊണ്ടുവരുന്ന എപ്പോഴാ ശരിയാവല് അല്ലേ? അങ്ങനത്തെ നെഗറ്റീവ് വർത്താനം ആരാണ് നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാര്, അതെല്ലാം ശ്രദ്ധിക്കുക. അത് നന്ദികേടാണ്. കാരണം ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതൊക്കെ
ഒരാൾക്ക് ജീവിക്കാനാണെങ്കിൽ ഇത്രയൊക്കെ റിസ്ക് ഉണ്ടോ? ഞമ്മക്ക് മാത്രം ജീവിക്കാനാണെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടോ? ഇല്ലല്ലോ. എന്തിനാ പോയി പെരയും കൂടിയും ഇതൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ എനിക്കാ അല്ല, നിങ്ങൾക്ക് മാത്രല്ല, നിങ്ങൾക്കല്ലേ, മൂപ്പർക്ക് മാത്രമല്ല, മക്കൾക്കല്ലേ, മക്കൾക്കും അല്ല, നമുക്ക് എല്ലാവർക്കും കൂടിയാണ്. അപ്പൊ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ നന്ദി കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു ആ പെണ്ണിന്റെ വായി കൈയിട്ട കടിക്കുന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ കടിയോട് കടിയേക്കാരും. അതുകൊണ്ടാണ് വേറുള്ളവർ കടിക്കാത്തത്. ഇവിടെ നല്ല കടി അടിക്കുമ്പോൾ വേറുള്ളവർ കടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഭർത്താവിന്റെ നന്മകളെ നിഷേധിക്കാതിരിക്കുക. ഭർത്താവ് തന്ന നന്മകളെ നിഷേധിക്കാതിരിക്കുക. അപ്പൊ ചെയ്തു തന്നതിനെ നിരാകരിക്കാതിരിക്കുക. ചെയ്തു തന്നത് കാണാം. നന്ദി കാണിക്കറിയുമ്പോൾ ചെയ്തു തന്നത് കാണാം. നന്ദികേട് കാണിക്കാറിന ചെയ്തു തന്നതിനെ കാണാതിരിക്കുക. അത് രണ്ടും പാടില്ല. റസൂൽ പറയും, യാ മഅ്ശറ നിസാ, സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ നല്ലോണം സദഖ കൊടുത്തോളി. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, നരകത്തിൽ ഏറ്റവും അധികം ഞാൻ നിങ്ങളെയാണ് കാണുന്നത്. എന്തേ നബിയെ അങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ശാപവാക്കുകൾ അധികരിപ്പിക്കും, നിങ്ങൾ ഭർത്താക്കന്മാരെ നിഷേധിക്കും. അതാണ് ചെയ്തു തന്നാല് സന്തോഷം, ചെയ്തു തന്നില്ലെങ്കിൽ ഒന്നും ചെയ്തു തന്നുള്ളതുവരെ അറിയും. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ധിക്കാരം പാടില്ല. ധിക്കാരം, ഭർത്താവിനോട് ധിക്കാരം കാണിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ത്രീ തിരിച്ചു വരുന്നത് വരെ അവളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടൂല. മനസ്സിലാകണ്ടോ? അപ്പൊ ആളുകള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോരാ. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. തിരിച്ചു വന്ന് ഭർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യം. പിന്നെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കരുത്. ദുനിയാവിലെ സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിക്കുമ്പോ സ്വർഗത്തിലെ സ്ത്രീകൾ പറയത്രേ, എനക്ക് കുറച്ചു കാലത്തിന് തന്നാണ്, അയാളെ ഉപദ്രവിക്കല്ലേ. മനസ്സിലാണോ? അപ്പോ സ്വർഗീയ ജീവിതം ഇയാൾക്ക് അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇണകൾ പറയുന്ന വാക്കായിട്ട് പറയണം. അപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരിക്കലും ഭർത്താക്കന്മാരെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സമ്മതത്തോടെയും അവരുടെ പ്രാർത്ഥനയോടുകൂടെയും ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. റസൂൽ പറയണേ, ലാ യഹില്ലു ലിമർഅത്തിൻ അൻ തസൂമ വസൗജുഹാ ശാഹിദുൻ ഇല്ലാ ബിഇദ്നി. ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു പെണ്ണിന് അയാളുടെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല. അപ്പൊ സുന്നത്ത് നിർബന്ധമല്ലല്ലോ. നിർബന്ധം നോമ്പ് നോൽക്കാൻ മൂപ്പര് പെർമിഷൻ വേണ്ട. പക്ഷെ സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോൾ മൂപ്പരോട് പറയണം, ഞാൻ നാളെ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയണം. അവിടെ നമ്മൾ നോമ്പുകാരാകുമ്പോൾ മൂപ്പരോടുള്ള ഹക്ക് പാലിക്കാൻ നമുക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് മൂപ്പർക്ക് പറയണം, ഓള് നോമ്പിലാണ്, നമുക്കും പിന്നെ അപ്പോ സുഖമാണ്. അയാൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ വരാതിരിക്കും. അങ്ങനെ ആവുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ സുന്നത്തിലിട്ടോ. അപ്പൊ ആരാധനയുടെ കാര്യത്തിൽ പോലും അത് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അവിടേക്ക് പോവാ, വിരുന്ന് പോവാ, അങ്ങനെയൊക്കെ ആവുമ്പോ അങ്ങാടിയിൽ നിന്ന് ഇജെന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ചില ആൾക്കാർ പറഞ്ഞ മാതിരി അള്ളാഹ് നേരത്തെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമുള്ളത് അല്ലേ? സ്കൂൾ വിട്ട് ഞാൻ അങ്ങനെ ബൈക്ക് എടുക്കുമ്പോൾ പഠിച്ചവന്ന് നോക്കിക്കുക, ഇവിടെ നേരെ ഇങ്ങനെ പോകുന്നു, അവിടെ ഒരു ഡോക്ടറെ കാണാണ്ടായി, ഡോക്ടറെ കണ്ടു, ഇജ്ജ് ഇവിടുക്കാരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വണ്ടി എടുത്ത് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കൊടുക്കാൻ പോയത്. ഇങ്ങനെ പഠിച്ചവൻ വിചാരിച്ചിട്ട് പഠിച്ചവനക്ക് നേരത്തെ അറിയണ്ടേ? എപ്പോഴല്ലേ പഠിച്ചവനാവുള്ളൂ. അപ്പൊ അതൊരു പൊട്ട ചോദ്യമാണ്. ഏത് നേരത്തെ പഠിച്ചവൻ അറിയെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം എന്നൊക്കെ. നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താണ് അർത്ഥം നമ്മൾ ചോദിക്കുന്നത്. നേരത്തെ അറിഞ്ഞാലേ പഠിച്ചവനാവുള്ളൂ. അപ്പോ അതുപോലെയാണ് ഈ ഒരു സംഗതി. നമ്മള് ചോദിച്ചിട്ട് ചെയ്യാം. അല്ലാതെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇജ്ജെടുക്കാ പോണ് എന്ന് ചോദിക്കേണ്ട ആളല്ല ഭർത്താവ്. നേരത്തെ അറിവോടുകൂടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത്. അതൊന്നും അവകാശത്തില് പ്രശ്നമാണ്. ഇപ്പൊ എന്ത് പറയുകയാണെങ്കിലും ഇങ്ങനെ കവർ ചെയ്ത് പറയണം. ചിലപ്പോ തോന്നിച്ച് കണ്ടുകൂട്ടുന്നു, ചിലപ്പോ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും തോന്നും. അതൊക്കെ എന്താ വെച്ചാല്
പഠിച്ചോൻ പറഞ്ഞാണ്, അതാണ് ആദ്യത്തെ. പഠിച്ചോൻ പറഞ്ഞ സെമീന വാർത്ത, നോ ഡിസ്കഷൻ. എല്ലാം വിവരിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചോൻ പറഞ്ഞാണെന്ന് പറയാം, എല്ലാവരും രക്ഷയില്ല. പഠിച്ചോന്റെ വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ ഇതൊന്നും എന്തല്ല, ഇതൊരു പെണ്ണിനെ വരിഞ്ഞു മുറുക്കലല്ല, ഒരു സുരക്ഷിതത്വത്തിനാണ്. വെല്ലും കഴിഞ്ഞിട്ട് ആരോട് വെച്ചിട്ടാ പോയി വയ്ക്കരുതല്ലോ. അപ്പൊ ഒരു സുരക്ഷിതത്വം ഉറപ്പിക്കാനാണ് നമ്മുടെ ടേക്ക് ഹോൾഡർ എന്ന നിലക്ക്, നമ്മുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാൾ എന്ന നിലക്കുള്ള അയാളുടെ അവകാശമാണ് ഇതൊക്കെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അപ്പൊ അങ്ങനത്തെ അനുവാദങ്ങൾ ആവശ്യമുള്ള ഇടങ്ങളിൽ സുന്നത്ത് നോമ്പിന് അനുവാദം വേണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, പിന്നെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ, മറ്റുള്ളവരോട് പുരുഷന്മാരോട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ തന്നെ നമ്മുടെ ഭർത്താവിന്റെ സാന്നിധ്യമോ അയാളുടെ അനുവാദത്തോടു കൂടെയോ ചെയ്യാനുള്ളതാണ്. ഓക്കെ. പിന്നെ ചിലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇയാളിങ്ങനെ ഉണ്ടാക്കുക, ഇവിടെ ഇങ്ങനെ ചിലവാക്കുക, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് വരട്ടെ, ഇങ്ങനെ ഉണ്ടാക്കുക, ഇവിടെ ഇങ്ങനെ ചിലവഴിക്കുക, അങ്ങനെയല്ല. ചിലവഴിക്കുമ്പോഴും ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ലാ തുൻഫിഖ് ഇംറഅത്തുൻ ഷൈഅൻ മിൻ ബൈതി സൗജിഹ ഇല്ലാ ബിഇദ്നി സൗജിഹ. തന്റെ വീട്ടിലുള്ള സമ്പത്ത്, അതായത് ഭർത്താവിന്റെ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ അയാളുമായിട്ടൊരു ധാരണ ഉണ്ടായിട്ട് ചിലവഴിക്കുക. മനസ്സിലാണ്ടോ? ഭാര്യമാര് ഭർത്താക്കന്മാരുടെ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ ഭർത്താവിന്റെ പെർമിഷനോടുകൂടെ ചിലവഴിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ചെലവിന് തരാത്ത ഒരാളാണെങ്കിലോ റസൂലുള്ള അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ചെലവിന് തരാത്ത ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നോർമലി പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വീടും സ്വത്തും ശരീരവും സന്താനങ്ങളെയും ഒക്കെ കാക്കുക എന്നുള്ള. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ, സ്വാലിഹാത്ത് നല്ല പെണ്ണുങ്ങള് ഖാനിതാത്തായിരിക്കും. ഖാനിതാത്ത മുതിആത്തുൽ ലില്ലാഹ്, അള്ളാഹ്ക്ക് അനുസരണമുള്ളവരായിരിക്കും. ഹാഫിളാത്തുൽ ലിൽ ഗൈബ്, അവര് അദൃശ്യം കാക്കുന്നവരായിരിക്കും. അതെന്താ? മുതിആത്തുൽ ലി അസ്വാജിഹിന്ന ഹത്താ ഫിൽ ഗൈബി, അവര് ഭർത്താവ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും, രഹസ്യ ജീവിതത്തിൽ പോലും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരായിരിക്കും. അവളുടെ സമ്പത്തിനെയും ശരീരത്തെയും എല്ലാറ്റിനെയും അയാളില്ലാത്ത സമയത്തും കാക്കും. മനസ്സിലായി? അപ്പൊ ഇങ്ങനത്തെ നല്ല ഇണകളെ കിട്ടിയാൽ നമുക്ക് ധൈര്യമാണ്. എത്ര ദൂരം പോയാലും എത്ര കാലം കാണാതെ നിന്നാലും സ്വാലിഹത്തായ ഒരു പെണ്ണ് ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെയും തന്റെ സമ്പത്തിനെയും കാക്കുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ. എല്ലാവർക്കും അക്കരെ പച്ചുള്ള കാലമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു മനസ്സ് ഒരിക്കലും നമ്മളെ ബാധിക്കരുത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അകാരണമായിട്ട് ത്വലാഖ് ചെല്ലാൻ ആവശ്യപ്പെടുന്ന സ്ത്രീകൾ വെറുതെ ഇങ്ങനെ നെയ്വാക്കൽ മറ്റേ പറഞ്ഞല്ലേ ജോയിക്കോ പറയുന്നത് അടുത്ത സൈഡാണ്. നെയ്വാക്കൽ എന്ന് പറയുന്നത് അകാരണമായിട്ട് ത്വലാഖ് ആവശ്യപ്പെടുന്ന സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും ശപിച്ചിട്ടുണ്ട്. പെണ്ണ് സ്വമേധയാൽ ഒഴിഞ്ഞു പോവാ, ത്വലാഖ് പുരുഷനെ കൊണ്ട് ത്വലാഖ് ചെല്ലിപ്പിക്കുക. ഈ രണ്ട് ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞത് ഹുന്നൽ മുനാഫിഖാത്ത്, അവർ രണ്ടുപേരും കപട വിശ്വാസിനികളാണ്. അകാരണമായിട്ട് ത്വലാഖും ഹുൽഉം, ത്വലാഖ് ചൊല്ലാൻ ആവശ്യപ്പെടുന്ന, അതുപോലെ തന്നെ ഹുൽ നടത്താൻ തുനിയുന്ന പെണ്ണ്, ഇത് രണ്ടും പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് പറഞ്ഞു ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മണം പോലും അവൾക്ക് കിട്ടൂല എന്നാണ്. എന്ത്? വെറുതെ ത്വലാഖ് ആവശ്യപ്പെട്ടാൽ. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും വെറുതെ അകാരണമായിട്ട് അനാവശ്യമായിട്ട് ത്വലാഖ് ആവശ്യപ്പെടാം. പിന്നെ ആരാധനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. റസൂൽ പറഞ്ഞത് നല്ല പുരുഷൻ രാത്രി എണീറ്റു, ഭാര്യ ഉറങ്ങാണ്, വെള്ളം കൊടിഞ്ഞ് എണീപ്പിച്ചു. നല്ല സ്ത്രീ ഭർത്താവ് ഉറങ്ങാണ്, ഭർത്താവിനെ വെള്ളം കൊടിഞ്ഞ് എണീപ്പിച്ചു. ഇതാണ് ഏറ്റവും നല്ല സ്ത്രീ പുരുഷന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാമ്പത്യം അത് ഊഷ്മളമാകാൻ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടു കൂട്ടരും സെപ്പറേറ്റ് പാലിക്കേണ്ട കാര്യങ്ങൾ, ഇവ രണ്ടും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നല്ലൊരു ഇസ്ലാമികമായ ദാമ്പത്യ ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കുക, പകർത്തുക. നമ്മുടെ കുടുംബസമേതം നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ദീൻ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അവസാനം സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു ഖുർആനിൽ പറയാം ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹ മിൻ കുല്ലി ബാബ്. സ്വർഗത്തിൽ അവർ പ്രവേശിക്കും,
അവരിൽ നന്മ ചെയ്ത അവരുടെ പിതാക്കന്മാരും അവരുടെ ഇണകളും അവരുടെ മക്കളും. അപ്പൊ ഈ മക്കളും ഈ ഇണകളും ഈ മാതാപിതാക്കളും ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകണം. അതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് ഭർത്താവിലൂടെ ഭാര്യയും, ഭാര്യയിലൂടെ ഭർത്താവും, മാതാപിതാക്കളിലൂടെ മക്കളും, മക്കളിലൂടെ മാതാപിതാക്കളും ഒക്കെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. അള്ള പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പോൾ ഇൻഷാ അള്ളാ ദുനിയാവ് നമുക്ക് സന്തോഷകരമാകും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ദുനിയാവാണ്, ദുനിയാവ് കുറവുകളുടെ ലോകമാണ്. അപ്പൊ കുറവുകളും പരിമിതികളും ഉള്ള ലോകത്ത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും സമ്മതിച്ചുകൊണ്ടും വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ഇരു ലോകത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുമാറാവട്ടെ. വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ, അള്ളാഹു എല്ലാവർക്കും ശിഫാവിനെ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിത് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഹ്ഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഭയക്കുന്ന ദുരന്തങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ നമുക്ക് സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم.